സ്നേഹസംവാദമാണ്. രാമായണം എന്ന് പറയുന്ന ഒരു മഹത്തായ ഇതിഹാസത്തെ, ആ ഇതിഹാസം മനുഷ്യർക്ക് നൽകുന്ന സന്ദേശത്തെ, അതുവഴി ജീവിതത്തിൽ പകർത്തേണ്ട മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സദസ്സാണ് രാമായണ മാസം എന്ന പേരിൽ കേരളത്തിലെമ്പാടും വിവിധ ക്ഷേത്രങ്ങളിൽ, ആത്മീയ കേന്ദ്രങ്ങളിൽ, വീടുകളിൽ ഒക്കെ വളരെ ഭക്ത്യാദരപൂർവ്വം നിർവഹിച്ചു പോകുന്ന ഒരു ചടങ്ങാണ്. പക്ഷേ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഈ രാമായണ പ്രഭാഷണം നടത്താൻ വരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു വികാരമുണ്ട്. ആ വികാരം എന്ന് പറയുന്നത്, രാമായണം എന്ന് പറയുന്ന മഹത്തായ ഈ ഇതിഹാസ കൃതി മനുഷ്യ മനസ്സിൻ്റെ വേദനകളുടെ, ഭാവങ്ങളുടെ, വികാരങ്ങളുടെ, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മുറിവേറ്റ ഹൃദയങ്ങളുടെ ഒരു ഭാഷയും, അത് ധർമാധർമ്മങ്ങൾക്ക് എങ്ങനെ ഈ ഭൂമിയിൽ ഇടയാക്കിയെന്നും അതിൽ നിന്നും ഓരോ മനുഷ്യരായ നമ്മൾ എന്ത് ഗ്രഹിക്കുന്നു എന്നുമുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത്. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ്. ഈ കഴിക്കുന്ന ഭക്ഷണം അത് നമ്മുടെ ഉള്ളിൽ ചെന്ന് ദഹിച്ചിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക മൂല്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്ത ശേഷം ബാക്കി നമ്മൾ പുറത്തേക്ക് തള്ളാറുണ്ട്. അതിന് പറയുന്നത് ദഹനപ്രക്രിയ എന്നാണ്. അതൊരു ബയോളജിക്കൽ ദഹനപ്രക്രിയയാണ്, അല്ലെങ്കിൽ ജൈവികമായ ഒരു ദഹനപ്രക്രിയയാണ്, ഭക്ഷണത്തിൻ്റെ ഒരു ദഹനപ്രക്രിയയാണ്. എന്നാൽ ആത്മീയമായ, മാനസികമായ, വൈകാരികമായ ഒരു ദഹനപ്രക്രിയ മനുഷ്യന് ആവശ്യമുണ്ട്. ചുറ്റുപാടുകളിൽ കേൾക്കുന്നതിൽ നിന്നും കാണുന്നതിൽ നിന്നും അവൻ ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്, അവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. കണ്ടുകണ്ടെങ്കിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ കണ്ടിലേറ്റ് നടത്തുന്നതും ഭവാൻ എന്ന് പാരായണം ചെയ്തിട്ട് കിട്ടുന്നവരെയൊക്കെ ദ്രോഹിച്ച് കുടുംബത്തിലുള്ള സ്വത്തുക്കൾ മുഴുവൻ പിടിച്ചെടുത്ത് നാട്ടുകാർക്കൊന്നും കൊടുക്കാതെ, അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാതെ നാഭിയിൽ വെച്ച് മരിച്ചിട്ട് എന്ത് കാര്യമാണ്? അത് കഴിഞ്ഞ് സഞ്ചയനത്തിന് ഇഡ്ഡലിയും പഴവും കൂടെ കൊടുത്തുകൊണ്ട് എന്ത് പുണ്യമാണ് കിട്ടുന്നത്? അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ പഠിക്കുന്ന, നമ്മൾ വായിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നും അറിയുന്ന അനുഭവങ്ങളിൽ നിന്നും നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ ചിന്തകളിലൂടെ അതിനെ ദഹിപ്പിച്ച് ദഹനപ്രക്രിയയുടെ ഭാഗമാക്കി നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കേണ്ടതുണ്ട്. അത്തരമൊരു സംഗതിയിലേക്ക് സമീപിക്കുമ്പോൾ, രാമായണത്തിലെ എൻ്റെ വായനയിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ, ഞാൻ മനസ്സിലാക്കിയപ്പോൾ, മുറിവേറ്റ ഹൃദയങ്ങളുടെ ഒരു വലിയ വേദന, ആ ശോകം, ആ ദുഃഖം ശ്ലോകങ്ങളായി വന്നതാണ് വാൽമീകിയുടെ രാമായണത്തിലൂടെ. ശോകം ശ്ലോകമായതാണ്. 24,000 ശ്ലോകങ്ങളിലൂടെ വാൽമീകി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ വേദനകളുടെ, അല്ലെങ്കിൽ വേദനയിൽ നിന്ന് ഉത്ഭവിച്ച വികാരങ്ങളിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് പരബ്രഹ്മക്ഷേത്രത്തിൽ രാമായണ പ്രഭാഷണത്തിന് വരുമ്പോഴുള്ള എൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്തയെന്ന് വെച്ചാൽ, ഇതുപോലെ വേദനിക്കപ്പെട്ട ഒരുപാട് മനുഷ്യർ ദേ അപ്പുറത്ത് രാമായണം പോലെ വായിക്കേണ്ട, തിരിച്ചറിയേണ്ട, ഓരോ മനുഷ്യനും ഒരു മഹാകാവ്യമാണ്. നമ്മുടെ മുമ്പിലിരിക്കുന്ന, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ഒരു മഹാപാഠപുസ്തകമാണ്. ഒരുപാട് അനുഭവങ്ങളുടെ പാഠപുസ്തകം. നമ്മൾ ഇരയായിട്ടുണ്ട്, വേട്ടയാടിയിട്ടുണ്ട്, നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ട്, നമ്മൾ ദ്രോഹിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മുറിവേറ്റ മനുഷ്യരുടെ ഒരു കൂട്ടം ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ പരബ്രഹ്മക്ഷേത്രം. ഇവിടെ അഗതികളായി എത്തിയിരിക്കുന്ന മനുഷ്യരോട് ഓരോ ദിവസവും വൈകുന്നേരം വരുമ്പോൾ ഞാൻ ചിലപ്പോൾ നടക്കാൻ വരാറുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുമ്പോൾ ഞാൻ അടുത്ത് വിളിച്ചിരുത്തി അങ്ങനെ ഒരാളിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഒരു മഹാകാവ്യം വായിക്കുന്നതിനേക്കാൾ വലിയ അനുഭവമാണ് ഒരാളിൻ്റെയും ഓരോ ആളുടെയും ജീവിതം. രാമായണം മുറിവേറ്റ വികാരങ്ങളുടെ ഒരു മനോഹരമായ ആഖ്യാനമാണ്. നിങ്ങളത് ഓർത്ത് നോക്കൂ. അതിൽ മുഴുവൻ മുറിവേറ്റ മനുഷ്യരുടെ കഥകളും വേദനകളും അല്ലേ പറയുന്നത്? അത് തുടങ്ങുമ്പോൾ തന്നെ ദശരഥ മഹാരാജാവ് ഒരു വേദനിക്കുന്ന മുറിവേറ്റ ഭർത്താവായിട്ട് മാറുകയല്ലേ. ഏറ്റവും സ്നേഹതുല്യമായി സ്നേഹിച്ച ഭാര്യ കൈകേയിയോട് പറയുന്നത്, ഞാനൊരു വിഷസർപ്പത്തെ, അല്ലെങ്കിൽ മൃത്യുവിനെ വരിച്ചതുപോലെ, മൃത്യുവിനെ വിവാഹം കഴിച്ചതുപോലെ ആയിപ്പോയല്ലോട് ഈ ദുഷ്ടയെ നിന്നെ കിട്ടിയതെന്ന് ദശരഥ മഹാരാജാവ് പറഞ്ഞു പോകുന്നുണ്ട്. മുറിവേറ്റ് വീണില്ലേ? അങ്ങനെ വിശ്വസിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? ഇയാളെ കെട്ടിപ്പോയല്ലോ, എവളെ കെട്ടിപ്പോയല്ലോ, അല്ലെങ്കിൽ ഇതെൻ്റെ മോനായിപ്പോയല്ലോ, ഇതെൻ്റെ അമ്മയായിപ്പോയല്ലോ എന്ന് വേദനിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ കുറച്ച് ആളുകൾ വീട്ടിൽ ഇരുന്ന് പറയുന്നുണ്ട്, ഇനി ആരെ ദ്രോഹിക്കാനാണ് ഇവൾ അമ്പലത്തിൽ പോകുന്നതെന്ന് പറയുന്നവരുണ്ട്. ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തിയുണ്ട്. മുറിവേറ്റ മനുഷ്യരുടെ കഥയാണ് രാമായണം പറയുന്നത്. അതുകൊണ്ട് രാമായണം കേൾക്കാനിരിക്കുന്ന ഭക്തർ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പ്രതിജ്ഞ, ഓരോ രാമായണ മാസം കഴിയുമ്പോഴും, ഞാനിങ്ങനെ 10-25 ദിവസം കേട്ടു,
ആ കേട്ടതുകൊണ്ട് എനിക്കെന്തോ പുണ്യം കിട്ടി, ഞാൻ സ്വർഗത്തിൽ പോകാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നതിന് പകരം എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ കർമ്മം കൊണ്ട്, എൻ്റെ വാക്കുകൾ കൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ ആരോഗ്യം കൊണ്ട്, എൻ്റെ ആയുസ് കൊണ്ട് ഒരു മനുഷ്യൻ്റെയും ഹൃദയം മുറിവേൽക്കുന്ന ഒരു പ്രവൃത്തി എന്നിൽ നിന്നുണ്ടാകില്ല എന്ന് പ്രതിജ്ഞ ചെയ്തെങ്കിൽ മാത്രമേ ആ രാമായണ മാസത്തിൻ്റെ കേൾവി കൊണ്ടും എൻ്റെ പറച്ചിലുകൊണ്ടും അതിൻ്റെ വായന കൊണ്ടും അതിൻ്റെ പാരായണം കൊണ്ടും പ്രയോജനമുള്ളൂ. വെറുതെ ഇത് രാമ 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 എന്ന് പാലിച്ചെടുത്ത കാര്യം, അത് പ്രാർത്ഥിച്ചു വെച്ചതിന് ശേഷം മറ്റുള്ളവരെ ദ്രോഹിക്കാനാണെങ്കിൽ, രാമായണത്തിൽ നിങ്ങൾ ദശരഥൻ മുറിവേൽക്കുന്നു, ദശരഥൻ ഒടുവിൽ കുഴഞ്ഞു വീഴുന്നു, മന്ധര ചെന്ന് കൈകേയിയോട് ഈ കഥ പറയുമ്പോൾ മന്ധരയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ദുഷ്ടതയുടെ മുറിവ്. രാമനെ രാജാവായി വാഴിക്കരുത്, പകരം ഭരതനെ വാഴിക്കണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മുറിവ്. അത് കഴിഞ്ഞത് കേൾക്കുന്ന കൗസല്യയുടെ മനസ്സിലുണ്ടാകുന്ന മുറിവ്, സുമിത്രയുടെ മനസ്സിലുണ്ടാകുന്ന മുറിവ്, കേൾക്കുന്ന രാമൻ്റെ മനസ്സിലുണ്ടാകുന്ന മുറിവ്, ലക്ഷ്മണൻ്റെ മനസ്സിലുണ്ടാകുന്ന മുറിവ്, ഭരതൻ്റെ മനസ്സിലുണ്ടാകുന്ന മുറിവ്. അങ്ങനെ രാമായണം മുറിവേറ്റ മനുഷ്യരുടെ ഒരു കഥയായി മാറുന്നത് അങ്ങനെയാണ്. ശരീരത്തിലെ മുറിവിനാണോ ഹൃദയത്തിലെ മുറിവിനാണോ ഏറ്റവും കൂടുതൽ വേദനയുണ്ടത്? ഹൃദയത്തിൻ്റെ മുറിവിനാണ്. ശരീരത്തിൻ്റെ മുറിവിൽ നമുക്ക് മരുന്ന് വെക്കാം, അതിന് വൈദ്യശാസ്ത്രം മരുന്ന് കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ ഹൃദയത്തിലെ മുറിവിന് അങ്ങനെ മരുന്ന് വെക്കാനാവില്ല. അത് മനുഷ്യൻ്റെ സ്നേഹം കൊണ്ടും സ്വാന്തനം കൊണ്ടും നന്മ കൊണ്ടും ഒക്കെ ഇല്ലാതായി തീരേണ്ടതാണ്. ശങ്കരാചാര്യർ ഹൈന്ദവ മതത്തിൻ്റെ വലിയ ആചാര്യനാണ്. ബുദ്ധമതത്തിൻ്റെ അതിൻ്റെ പിടിയിൽ നിന്ന് ഹിന്ദുമതത്തിനെ മോചിപ്പിച്ച് ഹിന്ദുമതത്തിൻ്റെ ഒരു 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 സംസ്ഥാപനത്തിന് നേതൃത്വം കൊടുത്ത ശങ്കരാചാര്യർ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ വിഗ്രഹങ്ങളെയോ ഒരു മരത്തെയോ ഒരു ഇലയെയോ ഒക്കെ നിങ്ങൾ മുന്നിൽ വെച്ചോളൂ. എന്തിനാണ്? നിങ്ങൾക്ക് ഏകാഗ്രത ഉണ്ടാവാൻ. അല്ലാതെ നിങ്ങളതിൻ്റെ അടിമയായി പോകരുത്. നിങ്ങളതിൻ്റെ ഏകാഗ്രത ഉണ്ടാക്കണം. ആത്മസംസ്കരണമാണ് രാമായണത്തിൻ്റെ ലക്ഷ്യം. മനുഷ്യനെ സംസ്കരിക്കുക. ഓരോ വർഷവും രാമായണം കേട്ടു, ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ വന്നു, ഇവിടുന്ന് കിട്ടുന്ന ഭക്ഷണം കഴിച്ചു, അത് കഴിച്ചിട്ട് നമ്മൾ കടന്നുപോയി കഴിഞ്ഞ് എനിക്ക് പുണ്യം കിട്ടി എന്ന് വിചാരിക്കുന്നെങ്കിൽ നമ്മൾ കബളിപ്പിക്കപ്പെടുകയാണ്. ഈ ഓരോ തവണ കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നന്മയുണ്ടാകണം. രാമായണം പറയുന്നത് അതാണ്. 24,000 ശ്ലോകങ്ങളിലൂടെ, 500 സർഗങ്ങളിലൂടെ, 6 കാണ്ഡങ്ങളിലൂടെയും ഉത്തരകാണ്ഡത്തിലൂടെയും രാമായണം പറയുന്ന കഥ വേദനിക്കുന്ന മനുഷ്യൻ്റെ അനീതിയുടെ അധാർമികതയുടെ ഒക്കെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യൻ്റെ ജീവിതമാണ്. മനുഷ്യജന്മത്തിൽ പല ഘട്ടങ്ങളുണ്ടല്ലോ. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ എന്ന് പറയുന്നത്. ഇനി വരാനുള്ളത് കൽക്കിയാണെന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുക. അത് വരാനുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളൊക്കെയും കൽക്കണ്ടം പോലിരിക്കുന്ന കൽക്കികളാണ്. നമ്മളൊക്കെയും നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ചെയ്തികൾ കൊണ്ട്, നമ്മുടെ വേദന കൊണ്ട് നേരം വെളുക്കുമ്പോൾ ചിലർക്കൊരു നിർബന്ധമുണ്ട്, ഇന്ന് 6 പേരെയെങ്കിലും കരയിച്ചിട്ടേ ഞാൻ ഉറങ്ങൂ. ചിലർക്കൊരു കാര്യമുണ്ട്, ഞാൻ 50 പേരുടെയെങ്കിലും കുറ്റം പറഞ്ഞിട്ടേ ഞാൻ കിടന്നുറങ്ങും. മരുമോളെ പണിയണം, നാത്തൂനെ പണിയണം, പിന്നെ അവരെ പണിയണം, അയലത്തുകാരെ പണിയണം. ഇങ്ങനെയുള്ള ഒരു കൂട്ടം ചിന്തകളുമായി നടക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യജന്മത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഈ അവതാരങ്ങളിലൂടെ ഈശ്വരൻ ഭൂമിയിൽ മനുഷ്യർക്ക് പറഞ്ഞു തരുന്നത്. ആദ്യ ജന്മം, ആദ്യ മനുഷ്യൻ ജനിച്ചത് കടലിൽ, പ്രളയത്തിൽ, മത്സ്യം. പിന്നീട് കരയിലും വെള്ളത്തിലുമായി കൂർമ്മം, പിന്നീട് കരയിൽ മാത്രമായി വരാഹം, പിന്നീട് ഇരുതരം ഉടലുകളുമായി നരസിംഹം, പിന്നീട് കുറിയ വാമനൻ. വാമനൻ മാവേലിയെ ചവിട്ടിത്താഴ്ത്തിയ കഥയും ഓണം വരുന്ന കഥയും ഒക്കെ നമുക്കറിയാം. പിന്നെ പരശുരാമൻ, കാടറിഞ്ഞവൻ എന്നൊക്കെ പറയുന്ന പരശുരാമൻ. ഇനി കൽക്കി വരാനുണ്ട്. യഥാർത്ഥത്തിൽ കൽക്കി വരാനുണ്ടെന്ന് കാത്തിരിക്കുമ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ. 1974 മറ്റോ ഇറങ്ങിയ ഒരു പാട്ടുണ്ട്, അങ്കക്കുറി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് ബിച്ചു തിരുമല എഴുതിയതാണ്. കാടുവിട്ടു കാടുകേറി, കൂടുവിട്ടു കൂടുമാറി, കുരങ്ങൻ മനുഷ്യനായി. മരം ചാടി നടന്നൊരു കുരങ്ങൻ മനുഷ്യൻ്റെ കുപ്പായമണിഞ്ഞു. മഹാനെന്ന് നടിച്ചു, മാന്യനായി ഭാവിച്ചു. മഹാനെന്ന് നടിച്ചു, മാന്യനായി ഭാവിച്ചു.
മരത്തിൽ നിന്നവൻ മെല്ലെ മണ്ണിൽ കുതിച്ചു. തീർന്നില്ല, അടുത്ത വരി പറയാനാണ് ഞാൻ ഈ വരി പാടിയത്. ഒരു പാതി ഭഗവാനും ഒരു പാതി ചെകുത്താനും ഇരുകാലി മൃഗത്തിൽ വന്നവതരിച്ചു. ഇരുകാലി മൃഗമായ നമ്മളിൽ ഒരു പാതി ചെകുത്താനും ഒരു പാതി ഭഗവാനും ഉണ്ട്. ഇതിലേത് അംശത്തെയാണ് നമ്മൾ ഉയർത്തുന്നത്, ഏതംശത്തെയാണ് നമ്മൾ വളർത്തുന്നത്, അതിനനുസരിച്ചാണ് മനുഷ്യൻ്റെ ജീവിതത്തെ നാം നിഷ്കർഷിക്കുന്നത്. ഇരുകാലി മൃഗമായ ഈ മനുഷ്യനിൽ ഈ പറയുന്ന ഒരുപാതി ചെകുത്താനുണ്ട്, ഒരുപാതി ദൈവമുണ്ട്. നമ്മുടെ ഈ ദൈവമുള്ളത് കൊണ്ടാണ് വൃശ്ചിക മാസം വരുമ്പോൾ രാമായണം കേൾക്കണമെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ പള്ളിയിൽ പോകണമെന്ന് തോന്നുന്നത്, അമ്പലത്തിൽ പോകണമെന്ന് തോന്നുന്നത്. ചെകുത്താനുള്ളത് കൊണ്ടാണ് ഒരാൾ പോലും സന്തോഷിക്കരുതെന്ന് നിർബന്ധമുള്ളത്. നമുക്ക് ഏറ്റവും കൂടുതൽ പിണക്കമുള്ളത് ചിരിച്ച് സന്തോഷിക്കുന്നവരെ കാണുമ്പോഴാണ്. എന്തെങ്കിലും അസൂയയോ കുശുമ്പോ പരദൂഷണമോ ഏഷണിയോ പറഞ്ഞ് നമ്മൾ തകർത്ത് കളയും. ഇപ്പോഴത്തെ കാലത്തൊരു പ്രത്യേകതയുണ്ട്, അത് വേറൊന്നുമല്ല. പണ്ടൊക്കെ പറയും ഈ മദ്യപാനികളുടെയും മയക്കുമരുന്നുകാരുടെയും ഒന്നും അയലത്ത് താമസിക്കരുത്, നല്ല ഭക്തന്മാരായ ആളുകളുടെ അടുത്ത് താമസിക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആളുകൾ അനുഭവത്തിൽ നിന്ന് പറയുന്നത് ഈ ഭയങ്കര ഭക്തി കാണിക്കുന്നവൻ്റെ കൺമുമ്പിൽ പോലും പെടരുത്, വേറെ എവിടെയെങ്കിലും പോയി പാവപ്പെട്ടവന്മാരുടെ ഇടയ്ക്ക് ജീവിക്കണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭക്തി എന്ന് പറയുന്നത് ഒരുതരം എന്താ പറയുന്നത് ശത്രുതയോ വിദ്വേഷമോ അതുപോലുള്ള പകയോ ഒക്കെ ആയി മാറുന്നൊരു കാലമാണ്. ഈ അമ്പലത്തിൽ വെച്ച് നമ്മൾ കാണുമ്പോൾ എത്ര പേരെ കണ്ടാൽ നമ്മളൊന്ന് ചിരിക്കും, നമ്മളൊന്ന് സന്തോഷമായിട്ട് ആരെങ്കിലും കണ്ടാലൊന്ന് ചിരിക്കുമോ? നമ്മളെല്ലാം എന്തോ വളരെ ഗൗരവമുള്ള കാര്യം ചെയ്യാൻ പോകുന്നത് പോലെ വളരെ ഗൗരവത്തിലാണ് നമ്മൾ നടന്നു പോകുന്നത്. തൊഴുകുമ്പം പോലും നമ്മുടെ മുഖത്ത് വലിയ ഗൗരവമാണ്. പിന്നെ എപ്പോഴാണ് നമ്മൾ ചിരിക്കുന്നതെന്നറിയാമോ? മരിച്ചു കഴിഞ്ഞ് നമ്മളെ ഈ ഐസ് വെട്ടി കിടത്തുമല്ലോ, ഐസ് വെട്ടി കിടത്തുമ്പോൾ ചിരിക്കും. അപ്പോൾ എല്ലാവരും പറയും അപ്പാപ്പൻ്റെ മരണം നല്ല മരണം, ത്രിസന്ധ്യ നേരത്ത് മരിച്ചോണ്ട് അപ്പാപ്പൻ ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അത് ഈ ഐസ് വെട്ടിയിലിരുന്ന് തണുക്കുമ്പോൾ ചിരിക്കുന്നതാണ്. അത് ഒരു ദിവസം ഇരുന്നാൽ കുറച്ച് ചിരിക്കും, 2-3 ദിവസം ഇരുന്നാൽ ഒത്തിരി ചിരിക്കും, 6 ദിവസം വെച്ചിരുന്നാൽ പൊട്ടിച്ചിരിക്കും. ആ ചിരിയല്ല, മനുഷ്യൻ്റെ ഉള്ളിലെ കർമ്മങ്ങൾ കൊണ്ട്, മനുഷ്യൻ്റെ ഉള്ളിലെ നന്മകൾ കൊണ്ട് നിറയേണ്ട ചിരിയാണ്. രാമായണം പഠിപ്പിച്ചത് അതാണ്. യഥാർത്ഥത്തിൽ രാമായണത്തിലൂടെ ആദ്യം നമ്മൾ കാണുന്ന മനുഷ്യവികാരങ്ങളിലൂടെ സഞ്ചരിക്കുക, ആദ്യം നമ്മൾ കാണുന്നത് രാമായണത്തിൽ നമ്മൾ തോന്നുന്നു ഇത് രാമൻ്റെ കഥയാണ്, രാമൻ്റെ ചരിത്രമാണെന്നൊക്കെ. ദശരഥ മഹാരാജാവ് വളരെ സന്തോഷത്തോടെ വാഴുകയാണ്, വളരെ സ്നേഹത്തിൽ വാഴുകയാണ്. എല്ലാ രാജപ്രൗഢിയോടെയും വാഴുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു നിരാശ. അദ്ദേഹത്തിന് കുട്ടികളില്ല, മക്കളില്ലാത്തതിന് പുത്രികാമേഷ്ടി നടത്തുവാൻ വേണ്ടി രാജഗുരുവിനെ കണ്ട് അതിൻ്റെ ഹോമങ്ങളും കർമ്മങ്ങളും ഒക്കെ ആരംഭിച്ച്, രാമായണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, അതൊക്കെ ആരംഭിച്ച്. അപ്പോൾ ആ രാമായണത്തിൽ ഇത്തരം കർമ്മങ്ങളൊക്കെ ഭൂമിയിൽ നടക്കുമ്പോൾ അങ്ങ് ദേവലോകത്ത് ബ്രഹ്മാവിനെ കണ്ടിട്ട് ദേവന്മാർ പരാതി പറഞ്ഞു, ഇങ്ങനൊരു വലിയ കാലൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്, രാവണൻ എന്ന് പറയുന്നൊരു മഹാകാലൻ, അവനെ ആരെ കൊണ്ട് കൊല്ലാനൊക്കുന്നില്ല, അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു അന്ത്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് വിഷ്ണു പ്രത്യക്ഷപ്പെട്ടത്. മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടിട്ട് മഹാവിഷ്ണുവിനോട് ഇവരെല്ലാം കൂടെ അഭ്യർത്ഥിച്ചു, ഭൂമിയിൽ പോയി മനുഷ്യനായി ജന്മമെടുക്കണം, അങ്ങനെ ജന്മമെടുത്ത് ഈ രാവണനെ വകവരുത്തണം എന്ന് പറഞ്ഞ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നതും ഈ യാഗം നടത്തുന്നതിലൂടെ ലഭിക്കുന്ന പായസം 3 ഭാര്യമാർക്കായി വീതിച്ചു കൊടുക്കുന്നതും അങ്ങനെ സന്തോഷപൂർവ്വം 4 മക്കൾ ജനിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഒരു പിതാവിൻ്റെ സന്തോഷം, ആഹ്ലാദം. അവിടുത്തെ ആശ്രമത്തിലുണ്ടായ സ്ഥലം അയോധ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യുദ്ധമില്ലാത്ത സ്ഥലം അല്ലെങ്കിൽ കീഴടക്കാനാവാത്ത സ്ഥലമെന്നാണ് അയോധ്യയുടെ അർത്ഥം. യഥാർത്ഥത്തിൽ ഈ അയോധ്യയിൽ യുദ്ധമുണ്ടാവാത്ത സ്ഥലം അല്ലെങ്കിൽ കീഴടക്കാനാവാത്ത സ്ഥലമെന്ന് ഉദ്ദേശിക്കുന്നത്, വാൽമീകി ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയമാകുന്ന തലമാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആർക്കും കീഴ്പ്പെടുത്താനാവാത്ത വിധം ധർമ്മം ജയിക്കണമെന്നാണ് രാമായണത്തിലൂടെ വാൽമീകി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് ഒരു ഗ്രന്ഥമെഴുതിയ ആളിൻ്റെ പേരിൽ, ഒരു ഗ്രന്ഥകർത്താവിൻ്റെ പേരിൽ ആകെ അമ്പലമുള്ളത് വാൽമീകിയുടെ പേരിലാണ്. അങ്ങ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ പോർട്ട് ബ്ലെയറിൽ വാൽമീകിയുടെ പേരിൽ ഒരു ക്ഷേത്രമുണ്ട്. വാൽമീകി എന്തുകൊണ്ട് അത്രമേൽ ആരാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അത്രമേൽ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യകുലത്തിന് എല്ലാ കാലത്തേക്കും ചിന്തിക്കാനും ഓർക്കാനും വേണ്ടിയുള്ള ഒരുപാട് സന്ദേശങ്ങളുടെ ഒരാകത്തുകയായി ഈ രാമായണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും മനുഷ്യൻ്റെ വികാരങ്ങളെ നിർവചിക്കുന്ന തലങ്ങൾ നമുക്ക് കാണാൻ കഴിയും.
അതിലാണ് മകനുണ്ടാവുന്നത്. മക്കൾ 4 പേരും സന്തോഷപൂർവ്വം വളരുന്നു. ലക്ഷ്മണനാണെങ്കിൽ രാമൻ്റെ ബഹിശ്ചര പ്രാണൻ എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ സഹോദര ബന്ധത്തിൽ നമുക്ക് എവിടെയാണ് സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ബന്ധം കാണാൻ കഴിയുക? നിങ്ങൾ രാമായണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രാമായണം നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. നല്ല അച്ഛനെ പരിചയപ്പെടുത്തുന്നുണ്ട്, മോശം അച്ഛനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നല്ല അമ്മയെ പരിചയപ്പെടുത്തുന്നുണ്ട്, ദുഷ്ടയായ അമ്മയെ പരിചയപ്പെടുത്തുന്നുണ്ട്. നല്ല ഭർത്താവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്, മോശമായ ഭർത്താവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നല്ല സഹോദരങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്, മോശമായ സഹോദരങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് എന്താ നിങ്ങളോട് പറയുന്നത്? ഈ കേൾക്കുന്ന ഭക്തരായ മനുഷ്യരോട് പറയുന്നത്, നിങ്ങൾ രാമായണം വായിച്ചിട്ട് നിങ്ങൾ നല്ല അമ്മയായി തീരുക, നിങ്ങൾ നല്ല ഭാര്യയായി തീരുക, നല്ല അച്ഛനായി മാറുക, നല്ല മകനായി മാറുക, നല്ല സഹോദരനായി മാറുക. ഇന്ന് നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താ? നമ്മുടെ നാട്ടിലെ സ്ഥിതി സാഹോദര്യ ബന്ധമെല്ലാം തകർന്നു കിടക്കുന്ന ഒരു കാഴ്ചയല്ലേ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്നത്? അപ്പം നമ്മളിവിടെ ഇരുന്ന് രാമായണ പ്രഭാഷണം നടത്തുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അഗതി മന്ദിരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട കണ്ണുനീരണിഞ്ഞിരിക്കുന്ന എത്രയോ അച്ഛനുണ്ട്, എത്രയോ അമ്മമാരുണ്ട്. ഇത് പറയുമ്പോൾ 2 കാര്യം നമ്മൾ ആലോചിക്കണം. അച്ഛനെ മാത്രം പുകഴ്ത്തിയും അമ്മമാരെ മാത്രം നമുക്ക് പുകഴ്ത്തിയും പറയാനൊക്കില്ല. ചിലത് പഠിക്കുമ്പോൾ അച്ഛൻ്റെ കയ്യിലിരിപ്പ് നന്നാവണം, അച്ഛൻ്റെ കയ്യിലിരിപ്പ് നന്നാവണം. ചിലരെയൊക്കെ നമ്മൾ കാണുമ്പോൾ എന്താ, അവരിപ്പം വളരെ ക്ഷയിച്ചു, മക്കളാരും എന്നെ നോക്കുന്നില്ല, ഭയങ്കര സങ്കടമാണ്. പക്ഷേ അത് പറയുമ്പോൾ നല്ല പ്രായത്തിൽ തങ്കപ്പൻ എന്തായിരുന്നു സ്വഭാവം എന്ന് ചോദിച്ചാൽ തങ്കപ്പനേക്കാൾ വലിയ പൊന്നപ്പനായിരുന്നു നല്ല പ്രായത്തിൽ. തെക്ക് വടക്ക് നടന്ന് കുടിച്ച് കുടുംബവും നോക്കാതെ മറ്റേതും നോക്കാതെ നാടുകളെ നടന്നു, കാണുന്നിടത്തെല്ലാം പെണ്ണ് കെട്ടി. അവസാനം പൊന്നപ്പൻ, തങ്കപ്പൻ, ചെല്ലപ്പനായി. അവസാനം എന്താ പറയുന്നത്, കരിക്കട്ടയപ്പനാവുമ്പോഴാണ് തിരിച്ചു വന്നിട്ട് മക്കളാരും നോക്കുന്നില്ല. ചില അമ്മമാരുടെ പ്രത്യേകത എന്താ, ഞങ്ങൾ പൊന്നുപോലെ വളർത്തി എന്ന് പറയുന്നെങ്കിലും സ്വഭാവം എന്ന് പറഞ്ഞാലില്ല, കൂട്ടമണി അടിക്കുന്ന സ്വഭാവമാണ്. മക്കളെ എല്ലാം കൂടെ കൂട്ടി അടുപ്പിച്ച് തമ്മിലടിപ്പിച്ച് വാരി കെട്ടി ഒരു പരുവാക്കി. അവസാനം മക്കളെല്ലാവരും നല്ല കരുത്തുള്ളവരും ശക്തിയുള്ളവരുമായി അമ്മയുടെ കഴുത്തിന് പിടിക്കുമ്പോഴാണ് അമ്മയും അച്ഛനും കരയുന്നത്, അയ്യോ പൊന്നുപോലെ വളർത്തിയ തങ്കക്കുട്ടൻ ഇങ്ങനെ ആയല്ലോ എന്ന്. രാമായണം അതിനെല്ലാം വ്യക്തമായ ഉദാഹരണം പറയുന്നുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കണം, മനുഷ്യൻ്റെ സ്വാഭാവിക വികാരങ്ങളിലൂടെയാണ് രാമായണം കടന്നു പോകുന്നത്. രാമനെ രാജാവായി വാഴിക്കാൻ എല്ലാ സന്തോഷവും കൂടി നടന്നു പോകുമ്പോൾ മന്ധര എന്ന് പറയുന്ന ഒരാൾ ഓടിച്ചെന്ന് കൈകേയിയോട് പറയുന്നുണ്ട്, ദേ രാമനെ രാജാവാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കൈകേയിക്ക് തോന്നിയത് ഭയങ്കര സന്തോഷമാണ്. വലിയ സന്തോഷമാണ്. നമ്മളിപ്പം മന്ദരയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും പറയുമോ മന്ദര കൂനി കറുത്തത്, അവൾ ദുഷ്ട. നമ്മളെല്ലാം ഒരുപാട് പേര് സാരി ഉടുത്ത മന്ദരയാണ്, ചുരിദാർ ഇട്ട മന്ദരയാണ്. എപ്പോഴും ഇല്ലെന്നേ ഉള്ളൂ, ചില സമയത്തൊക്കെ. ഓടിച്ചെന്ന് മന്ദരയെന്ന് കൈകേയിയോട് പറഞ്ഞപ്പോൾ കൈകേയി ആദ്യം ചെയ്ത എന്താ, സ്വാഭാവികമായ ഒരു മനുഷ്യ സ്ത്രീ എന്നുള്ള നിലയിൽ വളരെ സന്തോഷപൂർവ്വം പെട്ടെന്ന് തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു മാല എടുത്ത് സമ്മാനമായിട്ട് മന്ദരയ്ക്ക് കൊടുത്തു. എന്തിനാ? രാമനെ രാജാവാക്കാൻ പോകുന്ന വാർത്ത അറിഞ്ഞ് സന്തോഷത്തിൽ. അപ്പോഴാണ് മന്ദര എന്ത് ചെയ്തത്, ആദ്യത്തെ ഭൂമിയിലെ സൈക്കോളജിക്കൽ ഓപ്പറേഷൻ എന്ന് പറയും, നമ്മൾ സാധാരണ പറയുന്ന തലയണ മന്ത്രമെന്നോ കുത്തിവെക്കാതെ ഇഞ്ചക്ഷൻ കയറ്റുന്ന പണിയെന്നോ ഒക്കെ പറയുന്ന ഇംഗ്ലീഷ് മീഡിയം പണി നടന്നത്. ഈ ഇംഗ്ലീഷ് മീഡിയം പണി ഇന്ന് നമ്മുടെ ആരുടെയും വീടുകളിൽ ഇല്ലയോ? ഈ രാമായണം കേട്ടോണ്ടിരിക്കുന്നവരെയൊക്കെ കണ്ടാൽ തോന്നുന്നു എവിടുത്തെ കാര്യമാണ് ഈ പറയുന്നത്, ഞങ്ങളാരും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമുള്ളവരല്ല, ഞങ്ങളാരും ഇതൊന്നും ചെയ്തിട്ടില്ലെന്ന്. ഇപ്പോൾ ഈ മന്ദര വന്നപ്പോൾ മാല എടുത്തു കൊടുത്ത പോലെ നമ്മുടെ വീട്ടിൽ ആദ്യം ഒരു മരുമോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പറയുന്നത് എന്തുവാ, നീ ലക്ഷ്മിയാണ്, നീ ഐശ്വര്യയാണ്, നീ വന്നതിന് ശേഷം ഇവിടെ ലൈറ്റും ട്യൂബും പോലും വേണ്ട, മൊത്തം പ്രകാശമാണെന്ന് എത്ര ദിവസം പറയും? 10 ദിവസം പറയും, അല്ലെങ്കിൽ 1 മാസം പറയും. അത് കഴിയുമ്പോൾ പറയും നീ പവർ കട്ടാണ്, നീ ഇരുട്ടാണ്, നീ വന്നതിന് ശേഷമാണ് മൊത്തം നശിച്ചത്, എല്ലാം പെൺകുച്ചുങ്ങളെ പ്രസവിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു, എൻ്റെ മോൻ നശിച്ചു, അത് നശിച്ചു എന്ന് പറയുന്നത് പോലെ ഭൂമിയിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ ഓപ്പറേഷൻ നടന്നത് അവിടെയാണ്. മന്ദര വളരെ ശാന്തമായിട്ട് അവിടെ ഇരുന്നു. ഈ ചെകുത്താൻ എപ്പോഴും ഒരു പണിയുണ്ട്, പെട്ടെന്നങ്ങ് വിട്ടുപോകില്ല. എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് പതുക്കെ എന്ത് ചെയ്തു, കൈകേയിയെ പഠിപ്പിച്ചു, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുകൂടി ഇരുന്നോ, അവസാനം നീ ദാസിയാവും, കൗസല്യ രാജമാതാവും, അവൾ വിലസും. അപ്പോഴത്തേക്കാണ് കൈകേയി ഉണർന്നത്. ഈ പെണ്ണുങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വേറൊരാൾ ഷൈൻ ചെയ്യരുതെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ നാത്തൂൻ്റെ മോൾക്ക് MBBS കിട്ടിയാൽ ആ കൊച്ചിനോടുള്ള ഗർവുകൊണ്ടല്ല, അവൾക്ക് MBBS കിട്ടിയാൽ അവിടെ അമ്മയ്ക്കുണ്ടാകുന്ന അഹങ്കാരം നമുക്ക് സഹിക്കാനൊക്കത്തില്ല, ഗമ. അതുകൊണ്ട് അവൾക്ക് MBBS കിട്ടരുത്, 10ാം ക്ലാസ്സിലും തോക്കണം, എവൾ മൊത്തം ഏതെങ്കിലും വഴിക്കാവണമെന്നാണ് പറയുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം ചോദിക്കട്ടെ.
ഏതെങ്കിലും ഒരു പെൺപിള്ളേർ ആരെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോയെന്നറിഞ്ഞാൽ ആദ്യം സന്തോഷിക്കുന്നത് ആരാ? എല്ലാവരും പറയും വേറെ ജാതിക്കാരാ, വേറെ മതക്കാരാന്നൊക്കെ. ആരുമല്ല, നമ്മുടെ ബന്ധുക്കളാണ്. ഇത് അറിയുമ്പോൾ തന്നെ എല്ലാവരും ഈ കറി വെക്കുന്ന ഗ്യാസൊക്കെ അങ്ങ് അണച്ചിട്ട് പച്ചച്ചോറ് വാരി അങ്ങ് തിന്നും സന്തോഷത്തോടെ. രമണിയുടെ മോള് പോയടി എന്ന് പറയും. എന്തൊരു സന്തോഷമാണ്. ആരെങ്കിലും ഒരാൾ വെള്ളമടിച്ച് നശിക്കുന്നതറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷം ആർക്കാണ്? നമ്മുടെ അടുപ്പക്കാർക്കും നമ്മുടെ ബന്ധുക്കളെന്ന് പറയുന്ന കുറച്ച് ശത്രുക്കൾക്കും. എല്ലാവരും പറയുന്ന പോലെ വേറെ ഒരു ജാതിക്കാരും അല്ല നമ്മുടെ ആരുടെയും ശത്രു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അത് കേട്ടപ്പോഴാണ് കൈകേയി ആകെ ഉണർന്നത്. ദശരഥ മഹാരാജാവ് വളരെ സന്തോഷത്തോടെ ഭാര്യമാരോട് 3 പേരോടും പറയാൻ വരിക. അപ്പോഴാണ് അവിടെ എത്തിയപ്പോൾ കഥയാകെ മാറിമറിഞ്ഞത്. കഥ മാറിമറിഞ്ഞപ്പോൾ എന്തായി? ദശരഥ മഹാരാജാവ് ദാ കിടക്കുന്ന നിലമ്പാടങ്ങ് കുഴഞ്ഞു വീണു. രാമായണത്തിൽ അതിലും ഉണ്ടൊരു കഥ. ഈ ലോകത്തേത് ഗജകേസരിയായ ഭർത്താവിനെ നിലമ്പാടെടുത്ത് താഴെ അടിക്കാൻ കഴിവുള്ള ഏകയാൾ ഭാര്യയാണ്. മഹാരാജാവായ ദശരഥൻ പോലും നിലമ്പാടടിച്ച് വീണുപോയി. പിന്നെ ദശരഥൻ പറഞ്ഞെന്താ? നിന്നെ ഞാൻ ഇത്രമേൽ സ്നേഹത്തോടെ ഇത്രമേൽ സന്തോഷത്തോടെ പ്രണയിച്ച് ഇങ്ങനെയെല്ലാം ചെയ്ത് കൊണ്ട് നടന്നിട്ട് നീ അവസാനം മരണത്തെക്കാൾ ദുഷ്ടതയോടെ എന്നോട് പെരുമാറിയോ എന്ന് ചോദിച്ചു. വല്ലാത്ത സങ്കടത്തിലായി, ദുഃഖത്തിലായി, പൊട്ടിക്കരഞ്ഞു, ഓർമ്മയില്ലാതെ വീണു. കേൾക്കുന്നവർ വലിയ ദുഃഖത്തിലൊക്കെയായി. രാമായണം അങ്ങനെ കഥ പറഞ്ഞു പോവുക. അതുകൊണ്ടാണ് രാമായണത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ മനുഷ്യവികാരങ്ങളുടെ ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ് രാമായണത്തിൽ ആകെയുള്ളതെന്ന് പറയുന്നത്. അവിടെ നിന്ന് രാമൻ നേരെ വന്ന് അമ്മയെ കാണുന്ന ഒരു രംഗമുണ്ട്. അമ്മയെ കാണുന്ന രംഗത്ത് ഈ പറയുന്ന കൗസല്യ എന്ന് പറയുന്ന അമ്മ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. അതൊക്കെ വർത്തമാനകാലത്തിൽ ഇന്ന് അമ്മമാർ പറയുന്ന സെൻറ്റൻസുകളാണ്. അതുകൊണ്ടാണ് ഞാൻ രാമായണം കാലാതിവർത്തിയാണ്, അതൊരു വലിയ എപ്പിക്കാണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, കൗസല്യ പറയുന്നത് എന്താണെന്നറിയോ? നിന്നെപ്പോലൊരു മകനെ ഞാൻ പ്രസവിക്കേണ്ടിയിരുന്നില്ല, ഞാൻ മച്ചിയായിരുന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് മക്കളുണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു, എനിക്ക് ഈ ദുഃഖം വരില്ലായിരുന്നു. രാമൻ കാട്ടിപ്പോകുന്നതിൻ്റെ വേദനയിലാണ് കൗസല്യ അങ്ങനെ പറഞ്ഞതെങ്കിൽ ഇന്ന് ഒരുപാട് അമ്മമാർ സ്വന്തം പെറ്റു വളർത്തിയ മക്കൾ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അടിമകളായി പലയിടങ്ങളിലും അമ്മമാരെ തന്നെ കൊല്ലുന്ന സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ പല അമ്മമാരും മനസ്സുകൊണ്ടെങ്കിലും വിചാരിക്കാറുണ്ട്, ഇങ്ങനെ ഒരുത്തന് ജന്മം നൽകേണ്ടിയിരുന്നില്ല, ഇങ്ങനെ ഒരുത്തന് ജന്മം നൽകേണ്ടിയിരുന്നില്ല. ഇതാണ് ഒരു അമ്മ മകനെക്കുറിച്ച്, രാമനെക്കുറിച്ച്. അതേ സന്ദർഭത്തിൽ തന്നെ ഭരതൻ എന്താണ് കൈകേയിയോട് പറയുന്നത്? ഭരതൻ കൈകേയിയോട് പറയുന്നത്, ഞാൻ സ്വന്തം അമ്മയെ കൊന്നവൻ എന്നുള്ള പേരെനിക്കുണ്ടാകുമായിരുന്നില്ലെങ്കിൽ ഞാൻ ഈ പെറ്റ തള്ളയായ നിങ്ങളെ വധിക്കുമായിരുന്നു, ഞാൻ കൊല്ലുമായിരുന്നു. ഇതും ഒരമ്മയുടെ മുമ്പിൽ നടക്കുന്ന സംഭാഷണമാണ്. ഒരുപക്ഷെ വയസ്സെന്ന അമ്മമാരാണ് ഇവിടെ നിന്ന് ഇതൊക്കെ കേൾക്കുന്നത്. ചെറുപ്പക്കാരായ അമ്മമാർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല കേൾക്കാൻ. നമ്മൾ നാളെ മക്കളെ വളർത്തുമ്പോൾ നമ്മുടെ പ്രവൃത്തിയുടെ പേരിൽ നമ്മുടെ മക്കൾ നമ്മളെ വിചാരണ ചെയ്യുന്ന ഒരു സന്ദർഭം ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തകർന്ന നിമിഷമാണത്. ഒരച്ഛനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും തകർന്ന നിമിഷമാണത്. അതുകൊണ്ട് രാമായണം ആഹ്വാനം ചെയ്യുന്നത് നല്ല അമ്മയായി മാറാനാണ്. ഭരതൻ ഇതറിഞ്ഞ് ജ്വലിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ എന്ത് അമ്മയാണ്? നിങ്ങളാണോ യഥാർത്ഥത്തിൽ അമ്മ? നിങ്ങളെ ഞാൻ കൊന്നുകളയുമായിരുന്നു. രാമൻ എന്ന് പറയുന്ന ധർമ്മിഷ്ഠനായ എൻ്റെ സഹോദരൻ എന്നെ അമ്മയെ കൊന്ന ഒരു ഘാതകനെന്ന് നാളെ ചരിത്രവും കാലവും വായിച്ചില്ലെങ്കിൽ, മുദ്ര കുത്തിയിരുന്നില്ലെങ്കിൽ ഞാൻ അമ്മയെ കൊന്നുകളയുമായിരുന്നു എന്ന് പറയുന്നു മകൻ ഭരതൻ. അതേസമയം ലക്ഷ്മണൻ രാമനോട് പറയുന്നത് എന്താ? സ്വന്തം അച്ഛനെക്കുറിച്ച് കാമം കൊണ്ട് അഥവാ ഈ പറയുന്ന കണ്ണ് കാണാതാകുന്ന ത്വര കൊണ്ട്, പലതിനോടുമുള്ള ആഗ്രഹം കൊണ്ട്, ഇഷ്ടങ്ങൾ കൊണ്ട് ധർമ്മമില്ലാതാക്കിയ ഈ മനുഷ്യനെ ഞാൻ കൊന്നുകളയാൻ ഒരു മടിയുമില്ല, ഞാൻ ജ്യേഷ്ഠൻ അനുവദിച്ചാൽ ഇപ്പോൾ കൊന്നുകളയും എന്ന് പറയുന്നു മകൻ. നോക്കൂ, രാമായണത്തിൻ്റെ ആ പുത്രൻ്റെ ബന്ധത്തിൻ്റെ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ 3 സന്ദർഭങ്ങളാണിത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ, നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കുമ്പോൾ, നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ
സ്നേഹവും ഇഷ്ടവും സന്തോഷവും പകർന്നു കൊടുക്കുന്നതിന് പകരം ആരെ എന്തും ചെയ്ത് മോഷ്ടിച്ചെടുക്കുന്ന മുതൽ, എന്തും വഴക്കുണ്ടാക്കി നേടുന്ന സമ്പത്ത്, എന്തും സ്വന്തമാക്കുന്നത് മുഴുവൻ നമുക്കെന്നും അനുഭവിക്കാമെന്നും നമ്മുടെ മക്കളുടെ മുന്നിലൊക്കെ അതിന് വലിയ അംഗീകാരം കിട്ടുമെന്നും ഇത്രയും മുതലും വകയും സ്ഥാനവുമൊക്കെ ഉണ്ടാക്കി തന്ന അമ്മയും അച്ഛനുമാണ് എന്ന് വിചാരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ വേണ്ടെന്നാണ് രാമായണം പറയുന്നത്. അതുകൊണ്ടാണ് രാമായണത്തിലെ ഇതിഹാസം എന്താണെന്ന് പറയുന്നത്. ധർമാർത്ഥ കാമ മോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷിതേ. രാമായണം പറയുന്നത് ഈ കാമാർത്ഥങ്ങളിൽ നിന്ന്, കാമം എന്ന് പറയുമ്പോൾ ശാരീരികം മാത്രമല്ല, മനുഷ്യൻ ഈ പ്രകൃതിയിൽ കാണുന്ന പല വസ്തുക്കളോടുമുള്ള അടങ്ങാത്ത ആഗ്രഹം. ഓർക്കുക, കൈകേയി സ്വന്തം മകന് വേണ്ടി ഒരു രാജഭരണം അട്ടിമറിച്ച് കൈവെള്ളയിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് മോന് കൊടുക്കാൻ. അപ്പം മോൻ കൈകേയിയോട് പറയാണ്, എന്നെ അനുവദിക്കുമായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നുകളയുമായിരുന്നു എന്ന് പറയുന്ന മകൻ. ലക്ഷ്മണൻ വളരെ സുമുഖനും സുന്ദരനും. ഞാൻ കഴിഞ്ഞ രാമായണ വാർഷിക പ്രഭാഷണത്തിൽ ലക്ഷ്മണനെ കുറിച്ചാണ് സംസാരിച്ചത്. ആ ലക്ഷ്മണൻ പറയുകയാണ്, ഈ വൃദ്ധനായ എൻ്റെ അച്ഛൻ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ തന്ത, ഈ തന്തയെന്ന് പറയുന്നവൻ നിങ്ങളൊന്ന് അനുവദിച്ചാൽ ഈ കാമം മൂത്ത് ഈ പറയുന്ന സ്ത്രീകളെയൊക്കെ വിവാഹം കഴിച്ച് എല്ലാ ആഗ്രഹങ്ങൾക്കും വരങ്ങി വരമെന്ന പേരിൽ പലതും കൊടുത്ത് ഒടുവിൽ എൻ്റെ ജ്യേഷ്ഠന് അർഹതപ്പെട്ട ധർമ്മത്തിൻ്റെ രാജസ്ഥാനം തെറിപ്പിച്ച് കളഞ്ഞ ഇയാളെ ഞാൻ കൊല്ലും എന്ന് പറയുന്നു മകൻ. ഇത് നമുക്കുള്ള ഉദാഹരണമാണ്. രാമനും ലക്ഷ്മണനും ഭരതനും മാത്രമുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണമെന്നാണ് പറയുന്നത്? നല്ല മക്കളുടെ മുന്നിൽ നല്ല സ്നേഹത്തിൻ്റെ അച്ഛനാവണം, നീതിയുടെ അച്ഛനാവണം, നല്ല പ്രായത്തിൽ കുടുംബത്തെ സംരക്ഷിക്കണം, മക്കൾക്ക് സ്നേഹം പറഞ്ഞു കൊടുക്കണം. അതിന് പകരം കിട്ടുന്ന കാശ് കൊണ്ട് കുറച്ച് വെള്ളമടിച്ച് തലയും കുത്തി നിന്ന് അപ്പം നല്ല ആരോഗ്യവും ബലവും ഒക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും പറയുന്ന മക്കളുടെ നേരെ കഴുത്ത് പിടിച്ചാൽ ചിലപ്പം നമ്മുടെ സ്ഥാനം വാർദ്ധക്യത്തിൽ അഗതി മന്ദിരത്തിലായിരിക്കും. അമ്മ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ധർമ്മവും നീതിയും ശരിയും പറഞ്ഞു കൊടുക്കണം. ഈ കാമ അർത്ഥങ്ങളിൽ നിന്ന്, അഥവാ മനുഷ്യൻ്റെ ഭോഗതുരയിൽ നിന്ന്, മനുഷ്യൻ്റെ വികാരങ്ങളിൽ നിന്ന് മോചിതനായി ധർമ്മം എന്താണെന്ന് മക്കളെ പറഞ്ഞു കൊടുക്കുന്ന അച്ഛനും അമ്മയും ആവണം. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? മക്കൾക്ക് വലിയ മാതൃകയായി അമ്മ മാറും. അവിടെയാണ് സുമിത്രാമ്മ മാതൃകയായത്. അതുകൊണ്ടാണ് രാമായണ കഥയിൽ സുമിത്രാമ്മ, യഥാർത്ഥത്തിൽ കൗസല്യയുടെ മഹത്വം എന്ന് പറയുന്നത് രാമന് ജന്മം നൽകി എന്ന് പറയുന്ന മഹത്വമാണ്. ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും ജ്യേഷ്ഠനോടൊപ്പം അനിയൻ പോകാൻ വന്ന് യാത്ര ചോദിച്ചാൽ എന്തോ പറയും? പിന്നെ നിനക്ക് വേറെ ജോലിയില്ലയോ, ഇപ്പം അങ്ങോട്ട് ചെന്ന് കയറിക്കൊടു, നിനക്ക് വല്ലതും എഴുതി വെച്ച് തരുമോ? നിൻ്റെ അപ്പന് പണ്ട് കോഴിമുട്ട ചോദിച്ചപ്പോൾ അങ്ങേര് കൊടുത്തില്ല, അന്നേരം നീ താണ്ട രാമൻ്റെ കൂടെ അങ്ങോട്ട് ചെല്ല്, കാട്ടിലോട്ട് ചെല്ല്, എന്നിട്ട് കടിച്ച് വല്ലതിൻ്റെയും കടിയും കൊണ്ടുകൊണ്ട് കയറി വാ, നിൻ്റെ തന്ത നോക്ക്, ഞാൻ നോക്കത്തില്ലെന്ന് പറയും. സുമിത്ര പറഞ്ഞാൽ എന്താ? രാമനെ ദശരഥനെ പോലെ കാണണം, സീതമ്മയെ നീ എന്നെ പോലെ കാണണം, കാടിനെ നീ അയോധ്യയെ പോലെ കാണണം. എന്നിട്ട് വളരെ സന്തോഷത്തോടെ നീ നിൻ്റെ ദൗത്യങ്ങളും ധർമ്മങ്ങളും പൂർത്തിയാക്കണം. അപ്പോൾ എത്ര അമ്മമാരെ രാമായണം പരിചയപ്പെടുത്തി. ഇത് ഏത് അമ്മയിലാണ് നിങ്ങൾ വരുന്നത്? എല്ലാവരും ഇങ്ങനെ കേട്ട് വളരെ മനോഹരമായി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. മന്ദരയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരുന്നു, സുമിത്രയെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷം വരുന്നു, കൈകേയിയെക്കുറിച്ച് പറയുമ്പോൾ മുഖമൊക്കെ ഒരുമാതിരി നമ്മളിലെ ചാണകം ചവിട്ടിയതുപോലെ മാറുന്നു. ഇതൊക്കെ വെറുതെ ഭാവാഭിനയം മാത്രമാണോ? ഇതിലേത് അമ്മയിലാണ് നിങ്ങൾക്ക് വരുന്നത്? ഏത് ഭാവമാണ് നിങ്ങൾക്കുള്ളത്? ഇത് 3 അമ്മമാരെ മക്കളെ പരിചയപ്പെടുത്തി. എന്നിട്ട് പിന്നെ എന്തു ചെയ്യുക? രാമൻ പ്രത്യക്ഷപ്പെടുക. രാമൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ? രാമൻ രംഗത്ത് വന്നിട്ട് എന്താ പറയുന്നത്? അച്ഛൻ്റെ ധർമ്മം ഞാൻ പാലിക്കാം, അച്ഛൻ്റെ എല്ലാ ധർമ്മങ്ങളും ഞാൻ പാലിക്കാം, ഞാൻ മരവുരി ഉടുത്തുകൊണ്ട് കാട്ടിൽ പോകാൻ പോവുക, അതിന് ഞാൻ തയ്യാറാണ്, ഞാൻ പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞ് വളരെ സന്തോഷപൂർവ്വം പോവുക. പക്ഷേ ഈ രാമൻ്റെ ഉള്ളിലും ഒരു സാധാരണ മകൻ്റെയും മനുഷ്യൻ്റെയും വികാരമുണ്ട് എന്നുള്ളത് രാമായണം മുന്നോട്ട് വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും.
അവിടെ നിന്ന് രാമൻ പുറപ്പെട്ടു. കാട്ടിലേക്ക് പോയി സുമന്ത്രയുടെ തേര് തെളിച്ചു. കഥയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, ഈ കഥയൊക്കെ ഒരുപാട് അറിയാം. ഞാനൊരു കഥ എൻ്റെ ഒരു സുഹൃത്തായ ഒരു ഹിന്ദുമതവിശ്വാസിയായ സഹോദരനോട് വിളിച്ച് ചോദിച്ചു, ഇതിൻ്റെ കഥ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അതെ ഞങ്ങളൊക്കെ പണ്ട് മുതലേ വായിച്ച് അങ്ങ് മറന്നു പോയടാ, നീ ഇപ്പോൾ പുതിയതായിട്ട് വായിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം ഓർത്തിരിക്കുന്നത്. ഞാൻ ഓരോരുത്തരുടെ പേര് ചോദിച്ചു, ഇതെന്തുവാ, ഇത് തമ്മിലുള്ള ബന്ധം എന്തുവാന്നൊക്കെ. കാരണം ഇത് തെറ്റിപ്പോയാൽ, ഒന്നാമത് ഞാനൊരു കാക്കയുടെ കഥ പറയാനായിട്ട് രാമായണം വായിച്ചപ്പോൾ മനസ്സിൽ ഓർത്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കാക്കയുടെ കഥ പറയുമ്പോൾ തെറ്റിപ്പോരുതല്ലോ. ഈ കാട്ടിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ആരെയാ? രാമായണത്തിൽ രാമനും ഇവരെല്ലാവരും കാട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്നത് ആരെയാ പ്രജാത? ആരെയാ കാണുന്നത്? നമ്മളിൽ ഏതോ സിനിമയിൽ ഇന്നസെൻ്റ് കൈ ഇങ്ങനെ കാണിച്ചിട്ട് ഇതിലേക്ക് നോക്കാൻ പറയുമ്പോൾ ആരെ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ പാടത്ത് നെല്ല് കൊയ്യുന്ന ദാക്ഷായണിയെ കാണുന്നെന്ന് പറയുന്ന പോലെ ആരെയാണ് കാണുന്നത്? ഈ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഈ ഭോജനശാലയാണോ കാണുന്നത്? ആദ്യം കാണുന്ന ആളുടെ പേര് ഗുഹൻ. നമ്മുടെ നാട്ടിൽ ഗുഹാനന്ദപുരം ക്ഷേത്രം എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. ഗുഹനെയാണ് കാട്ടിൽ വെച്ച് ആദ്യമായിട്ട് കാണുന്നത്. ഗുഹനൊരു കാട്ടുജാതിക്കാരനാണെന്ന്, അല്ലെങ്കിൽ വനവാസിയാണ്. അതിലുമുണ്ട് രാമായണത്തിലൊരു സന്ദേശം. നമുക്കൊക്കെ ചില പ്രത്യേകതകളുണ്ടല്ലോ. ഞാൻ ഇന്ന കുടുംബക്കാരനാണ്, ആ കുടുംബത്തിൽ പറഞ്ഞ ആളുകളുമായിട്ടേ എനിക്ക് ബന്ധം ഉണ്ടാവൂ. ജീവിച്ചിരിക്കുമ്പം വലിയ ഗമയൊക്കെ അങ്ങനെ പറയും. മറിഞ്ഞ് റോഡി വീഴുമ്പം കുടുംബവും ഗോത്രവും ജാതിയും മതവും ഒന്നുമില്ല, ആരെങ്കിലും ആയിരിക്കും വെള്ളം കൊണ്ടുവന്ന് വായിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെല്ലാം ഗമയാണ് പറയുന്നത്, എന്തെല്ലാം സംഗതികളാണ് പറയുന്നത്. രാമൻ ക്ഷത്രിയ വംശത്തിൽപ്പെട്ട രാജാവാണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ രാമനെ സ്വീകരിക്കുന്നത് ഗുഹനാണ്. ഗുഹൻ സ്വീകരിച്ച് വേണ്ട സംഗതികളെല്ലാം ചെയ്തു. സുമന്ത്രർ തിരിച്ചു പോകുന്ന സമയത്ത് സരയൂ നദിയും കടന്ന് അപ്പുറത്തെത്തിയ രാമൻ ലക്ഷ്മണനുമായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ രാമൻ ഒരു സാധാരണ മകനായി മാറുന്നുണ്ട്. എന്നിട്ട് രാമൻ ലക്ഷ്മണനോട് പറയുന്നത് എന്താണെന്നറിയോ? അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, രാമൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ പറയുന്നു, നമ്മുടെ അച്ഛൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് ഈ കാമഭോഗ ത്വരകൾ ബാധിച്ച് ധർമ്മം മരിച്ചു പോയിരിക്കുന്നു. നമ്മുടെ അമ്മമാരെ ചിലപ്പോൾ കൈകേയി വിഷം കൊടുത്ത് കൊന്നിട്ടുണ്ടാവും. അദ്ദേഹം ഒരുപാട് സഹിക്കുന്നുണ്ടാവും, ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാവും എന്ന് പറയുന്ന ഒരു സ്വാഭാവിക മനുഷ്യനായി. അതുവരെ രാമൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. അപ്പോൾ വാൽമീകി അവിടെ വെച്ച് രാമനെ കൊണ്ടൊരു സ്വാഭാവിക മനുഷ്യനെ പോലെ എല്ലാ വികാരങ്ങളോടെയും സംസാരിപ്പിക്കുകയാണ്. സുമന്ത്രർ തിരിച്ച് വീട്ടിൽ വന്നു, അയോധ്യയിലെത്തിയപ്പോഴത്തേക്ക് വീണ്ടും കൂട്ടക്കരച്ചിൽ എല്ലാവരും കൂടി ഉയർന്നു. അപ്പോൾ സുമന്ത്രർ അവിടെ നിന്ന് പറയുന്നുണ്ട്, നിങ്ങളാരും സങ്കടപ്പെടുകയും വിഷമിക്കുകയും ഒന്നും വേണ്ട. അവർ വളരെ സന്തോഷത്തോടുകൂടി മരവുരി ധരിച്ച് ഈ പറയുന്ന ഏറ്റവും സന്തോഷത്തോടുകൂടി ധർമ്മം ആചരിച്ച് കാട്ടിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഈ രാമായണം എന്ന് പറയുന്ന ഈ ഇതിഹാസ ചരിത്രം അത് കാലം എത്രയായാലും നിലനിൽക്കപ്പെടുമെന്ന് സുമന്ത്രരുടെ നാവുകൊണ്ടാണ് വാൽമീകി പറയുന്നത്. ഈ കാട്ടിലേക്ക് പോകുമ്പോൾ മനുഷ്യരായ നമുക്ക് മറ്റൊരു ഗുണപാഠം കൂടിയുണ്ട്. ഇതൊക്കെ വളരെ ചെറിയ സെൻറ്റൻസിലാണ് വാൽമീകി പറഞ്ഞിരിക്കുന്നത്. രാമൻ കാട്ടിലെത്തി കഴിഞ്ഞിട്ട് ഈ ഗുഹൻ എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ രാമൻ പറയുന്നുണ്ട്, ഇത് അച്ഛൻ്റെ കുതിരയാണ്, അതിന് വയറു നിറയെ ഭക്ഷണം കൊടുക്കുക, അച്ഛന് വളരെ സന്തോഷമായിരിക്കും. നമ്മൾ സാധാരണ ചോദിക്കത്തില്ലേ, അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അതിൻ്റെ ഉത്തരവും രാമായണം പറയാണ്. അച്ഛന് ഇഷ്ടപ്പെട്ടത് എന്താണോ, അച്ഛന് സന്തോഷമുണ്ടെന്നത് എന്താണോ, അച്ഛനും അമ്മയുടെയും ആത്മാവ് സന്തോഷിക്കുന്നത് എന്താണോ അത് മക്കൾ ചെയ്യാൻ തയ്യാറാവണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അച്ഛൻ ദുഷ്ടനാണെങ്കിൽ അതിനേക്കാൾ വലിയ കൊള്ള മക്കൾ ചെയ്യണമെന്നല്ല. പണ്ട് അന്തപ്പൻ്റെ മോൻ കുന്തപ്പൻ എന്ന് പറയുന്ന ഒരാളുടെ കഥയുണ്ടായിരുന്നു. അന്തപ്പനും കുന്തപ്പനും ഒരു വള്ളത്തിൽ തുഴയുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഈ വള്ളത്തിൽ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അന്തപ്പൻ എന്ന് പറയുന്ന അച്ഛൻ ഈ വള്ളത്തിൽ നടുക്ക് ചെല്ലുമ്പോൾ വെള്ളം കോരി ഒഴിച്ച് ഈ വള്ളത്തിലിരിക്കുന്നവരെയൊക്കെ ശല്യപ്പെടുത്തുമായിരുന്നു. വേറൊരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ട് നാട്ടുകാർ സഹിക്കുമായിരുന്നു. ഈ അന്തപ്പൻ എങ്ങനെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയെന്നാണ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത്. നമ്മളെക്കുറിച്ച് അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കയ്യിരിപ്പുണ്ട്, എങ്ങനെങ്കിലും വല്യമ്മയൊന്ന് വടക്കോട്ട് എടുത്താൽ, തെക്കോട്ടോ എങ്ങോട്ടാന്ന് വെച്ചാൽ എടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ഈ വെള്ളം കോരി ഒഴിക്കുന്ന അന്തപ്പൻ മരിച്ചുപോയി. പകരം മോൻ കുന്തപ്പൻ ഈ വള്ളം തുഴയാൻ തുടങ്ങി.
അപ്പോൾ കുന്തപ്പൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി അച്ഛൻ വെള്ളം മാത്രമേ ഒഴിക്കത്തുള്ളായിരുന്നു. കുന്തപ്പൻ നടുക്കി ചെല്ലുമ്പം പങ്കായം കൊണ്ട് അടിക്കുകയും കൂടെ ചെയ്യും. അപ്പോൾ ആളുകളെല്ലാവരും പറഞ്ഞ് യവനേക്കാൾ എത്രയോ നല്ലവനായിരുന്നു അവൻ്റെ അച്ഛനെന്ന് പറഞ്ഞു. അങ്ങനല്ല അച്ഛനെ സംതൃപ്തിപ്പെടുത്തേണ്ടത്. യഥാർത്ഥത്തിൽ നന്മകൾ കൊണ്ട് സംതൃപ്തിപ്പെടുത്തണം. അതാണ് രാമൻ അവിടെ വെച്ച് സ്വന്തം ഈ പറയുന്ന കുതിരകളെ ഏറ്റവും മനോഹരമായ തീരത്ത് കൊണ്ടുപോയി നീ നന്നായി ഭക്ഷണം കൊടുക്കുക, എൻ്റെ അച്ഛൻ്റെ കുതിരകളാണ്, അത് വയറു നിറയെ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഒത്തിരി സന്തോഷമാവും എന്ന് പറയുന്നൊരു ഭാവം ഈ മക്കളും അച്ഛനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു മനോഹരമായ സന്ദേശമാണ് നൽകുന്നത്. അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ലക്ഷ്മണൻ മുമ്പേ നടക്കുന്നതും നടുവിൽ സീത നടക്കുന്നതും ഏറ്റവും പുറകിൽ രാമൻ നടക്കുന്നതും. അതിലൂടെ രാമായണം പറയുന്ന കഥ ഏറ്റവും മനോഹരമായ മനുഷ്യജീവിതത്തിൻ്റെ കഥയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, രാമരാവണ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഈ രാമനെ ലക്ഷ്മണൻ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സന്ദർഭത്തെ നമ്മുടെ മധുസൂദനൻ നായർ എന്ന് പറയുന്ന കവി ഏറ്റവും മനോഹരമായ ഭാഷയിൽ ഒരു കവിതയാക്കി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രാമ രഘുരാമ നാം ഇനിയും നടക്കാം, രാവിനു മുൻപേ കനൽക്കാട് താണ്ടാം, നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. രാമ രഘുരാമ നാം ഇനിയും നടക്കാം, രാവിനു മുൻപേ കനൽക്കാടു താണ്ടാം, നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. ചിടനീണ്ട വഴിയളന്നും പിളർന്നും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളരിഞ്ഞും, ശിലയും അമ്പും നീട്ടി ഇരതിരഞ്ഞും, ഭാണ്ഡം ഒലിവാർന്ന ചുടുവിയർപ്പാൽ പൊതിഞ്ഞും, മലകയറുമീ നമ്മൾ ഒരു വേള, ഒരു കാതമേയുള്ളൂ മുകളിലെത്താം, ഇപ്പോഴീ അനുജൻ്റെ ചുമലിൽ പിടിക്കൂ, ഇപ്പാവശില നീ അമർത്തിച്ചവിട്ടു, ജീവൻ്റെ തീമഴുയെറിഞ്ഞു ഞാൻ നീട്ടും, ഈ വഴിയിലൂടെ നീ എന്നിൽ കരേറൂ, ഗിരിമകുടമാണ്ടാൽ അഗസ്ത്യനെ കണ്ടാൽ, പരലുപോലെ താരമിഴിയൊഴി പുരണ്ടാൽ, കരളിൻ കലക്കങ്ങൾ തെളിയുന്ന പുണ്യം, ജ്വരമാർന്നൊരുടലിന് ശാന്തി ചൈതന്യം. ഒടുവിൽ നാം എത്തി ജന്മശൈലത്തിൻ്റെ കൊടുമുടിയിൽ ഇവിടാരുമില്ലേ, ഒടുവിൽ നാം എത്തി ജന്മശൈലത്തിൻ്റെ കൊടുമുടിയിൽ ഇവിടാരുമില്ലേ, വനവർണ്ണശാഖിയില്ലല്ലോ, മനം കാക്കുമുനിയാമഗസ്ത്യനില്ലല്ലോ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു കവിതയുണ്ട്. ഒത്തിരിയുണ്ട് പാടാൻ. എന്താ അതിൽ ചെയ്യുന്നത്? ഈ രാമരാവണ യുദ്ധമൊക്കെ കഴിഞ്ഞ് രാമനെ അനുജനായ ലക്ഷ്മണൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അഗസ്ത്യമുനിയുടെ അടുത്തേക്ക് മനഃശാന്തിക്ക് വേണ്ടി. അവിടെ ചെന്ന് നോക്കുമ്പോഴോ അവിടെ അഗസ്ത്യമുനിയല്ല കാണുന്നത്. നമ്മളൊക്കെ ശബരിമലയിൽ പോകുന്നവരാണ്, ശബരിമലയിൽ പോകുന്ന വിശ്വാസികളാണ്. ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ശബരിമലയിൽ പോകാനായി നമ്മൾ മാലയിടുന്നത്. എന്താണ് ശബരിമല നൽകുന്ന സന്ദേശം? ശബരിമല അയ്യപ്പനെ കാണാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ കുറേ ദിവസം വ്രതം ആചരിക്കും. കുറേ ദിവസം ആചരിക്കണമെന്നാണ്. ഒരു മണ്ഡലകാലത്തിൽ തുടങ്ങുന്നത് മുതൽ വ്രതം ആചരിക്കുന്നവരുണ്ട്. അത് വളരെ ഭക്തിയാദരപൂർവ്വം നിർവഹിക്കുന്നവരാണ് ഈ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ വരുന്ന ഭക്തർ. നമുക്കതിനകത്തും കള്ളപ്പണിയുണ്ട്. നമ്മൾ ഓച്ചറയിലോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് മാലയിടും, ഒരു വണ്ടി കയറി ശബരിമലയിൽ പോവും, പിറ്റേന്ന് വന്ന് അങ്ങ് ഇറച്ചി തീറ്റിയ. എന്താണെന്ന് ചോദിക്കുമ്പോൾ വ്രതം മുറിക്കുക. എന്തുവാ വ്രതം? 48 മണിക്കൂർ. ശബരിമലയ്ക്ക് പോകുന്നതിൻ്റെ കർമ്മങ്ങൾ എന്താ മനുഷ്യനോട് പറയുന്നത്? നീ വ്രതമാചരിക്കണം. വ്രതമാചരിക്കുമ്പോൾ നിനക്ക് ഒരുപാട് മനസ്സിൻ്റെ ഉള്ളിൽ നല്ല നന്മകൾ ഉണ്ടാവും. എല്ലാ മതത്തിലും ഉണ്ട് വ്രതം. ഇസ്ലാം മതത്തിലും ഉണ്ട് 30 ദിവസത്തെ നോമ്പ്. അത് കേവലം ഭക്ഷണം ഉപേക്ഷിക്കൽ മാത്രമല്ല, എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കണമെന്നാണ് പറയുന്നത്. എല്ലാ വികാരങ്ങളെന്ന് പറഞ്ഞാൽ കൊതിയും നുണയും പറയരുത്, ആവശ്യമില്ലാത്ത കേൾക്കരുത്. അത് ചിലർക്ക് പറ്റത്തില്ല. അപ്പം തന്നെ ചിലരങ്ങ് മരിച്ചു പോകുന്നവരുണ്ട്. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കൊതിയും നുണയും കേട്ടില്ലെങ്കിൽ ജീവിക്കാനൊക്കത്തില്ല.
ചില അമ്മമാർ ഈ സ്ട്രോക്കൊക്കെ വന്ന് അല്ലെങ്കിൽ അച്ഛന്മാർ കിടക്കുമ്പോൾ ഓർമ്മ തെളിയാതെ വരുമ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറയും അമ്മയുടെ ചെവിയിലോട്ട് എന്തെങ്കിലും ഒരു കൊതി നുണയം പറഞ്ഞ് എഴുന്നേക്കുമെന്ന് നോക്കട്ടെ. മരുന്നൊന്നും കഴിച്ചാൽ പോലും ചിലപ്പോൾ എഴുന്നേക്കില്ല. എല്ലാ മതത്തിലും ഉണ്ട് വ്രതം. അപ്പൂപ്പന്മാരും ഉണ്ട്. പണ്ട് പെണ്ണുങ്ങൾക്കായിരുന്നു അസൂയയും കുശുപ്പും ഒക്കെ. ഇപ്പോൾ അതിൻ്റെ 1-ാം നമ്പർ ആളുകൾ ആണുങ്ങളാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളങ്ങനെ വ്രതം ആചരിച്ചു, എന്നിട്ട് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു? എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നു. അന്നദാനം. അന്നദാനം മഹാദാനമാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനോളം പുണ്യം വേറൊന്നുമില്ല. നമ്മുടെയൊക്കെ ഒരു വിചാരം എന്താ? അയ്യോ, അന്നദാനം നടത്തണമെങ്കിൽ രവിപ്പിള്ളയുടെ കൂട്ടായിരിക്കണം, അല്ലെങ്കിൽ യൂസുഫ് അലിയുടെ കൂട്ടായിരിക്കണം. അങ്ങനൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടാവുന്നതിൽ നിന്ന് മനുഷ്യരാരെങ്കിലും വരുന്നെങ്കിൽ മനുഷ്യർക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ പൂച്ചയ്ക്കോ പട്ടിക്കോ കൊടുക്കണം. പണ്ടൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഫ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സാധനം വന്നതിന് ശേഷം ആർക്കും ഒന്നും കൊടുക്കത്തില്ല. എന്തെങ്കിലും അധികം വന്നാൽ ചുമന്ന് അകത്ത് കയറ്റി വെക്കുക. പണ്ടൊക്കെ ഇഷ്ടമല്ലാത്ത ഭക്ഷണം ഒരു ദിവസം കൂട്ടിയാൽ മതിയായിരുന്നു. ഇപ്പോൾ കുറഞ്ഞത് 7 ദിവസമെങ്കിലും ആണുങ്ങൾ കൂട്ടണം. മറ്റേത് അന്നൊന്ന് വൈകിട്ട് തീരുമായിരുന്നു. ചില വീട്ടിലൊന്നും ഫ്രിഡ്ജ് തുറക്കാനൊക്കത്തില്ല. മൂക്ക് കുത്തിപ്പിടിച്ചോണ്ടേ തുറക്കാനൊക്കത്തുള്ളൂ. 15 ദിവസമായതും 14 ദിവസമായതും 9 ദിവസമായതും എല്ലാം അടുക്കി വെച്ചേക്കോ. അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. കൊടുത്തിട്ട് വളരെ ത്യാഗപൂർണമായി നടന്ന് തങ്കപ്പനും ചെല്ലപ്പനൂടെ എവിടെ ചെല്ലുന്നു? കരിമല കടന്ന് കാൽനടയിലൂടെ എവിടെ ചെല്ലുന്നു? അയ്യപ്പനെ കാണാൻ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്നത് എന്തോ എഴുതി വെച്ചേക്കുന്നത്? നീ ഇത്രയൊക്കെ നല്ലവനാണെങ്കിൽ ഞാനും നീ ഒന്നാ. നീ ഇതുപോലൊക്കെ നല്ല ഭക്ത്യാദരപൂർവ്വം ജീവിച്ച് ആളുകൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ത്യാഗപൂർണമായിട്ടൊക്കെ നീ എന്നെ കാണാൻ വന്നേതെങ്കിൽ നീ പ്രത്യേകിച്ച് എന്നെ എപ്പോഴും കാണാൻ വരണമെന്നില്ല. നമ്മൾ രണ്ടുപേരും ഒന്നാ. തത്വമസി, നമ്മളൊന്നാ. അഗസ്ത്യവനത്തിൽ രാമൻ അഗസ്ത്യ മഹർഷിയെ കാണാനായിട്ട് നമ്മൾ പോകുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് രാമായണം കേൾക്കാൻ വരുന്നവർ യഥാർത്ഥത്തിൽ സഞ്ചരിക്കേണ്ടത് എങ്ങോട്ടാണ്? പരബ്രഹ്മക്ഷേത്രത്തിലെ ഈ സദസ്സിലേക്കും ഇച്ചിരി കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന അന്നദാനപുരിയിലേക്കും അല്ല രാമനെ തേടേണ്ടത്, രാമായണത്തെ തേടേണ്ടത്. എവിടാ തേടേണ്ടത്? എവിടാ? നമ്മുടെ ഉള്ളിലാകുന്ന മനസ്സാകുന്ന അയോധ്യയിൽ നടക്കുന്ന ഈ രാമായണത്തിലേക്കാണ് നമ്മളെ തേടേണ്ടത്. അതുകൊണ്ടാണ് രാമ രഘുരാമ നീ വാ എന്നും പറഞ്ഞ് ലക്ഷ്മണൻ കൊണ്ടുപോകുന്ന കഥ മധുസൂദനൻ നായർ മനോഹരമായ കവിതയാക്കി എഴുതിയിരിക്കുന്നത്. രാമൻ്റെ നിഴലായി നടന്നതാണ് ലക്ഷ്മണൻ. പക്ഷേ ലക്ഷ്മണനെയും ആര് സംശയിച്ചു? സീത സംശയിച്ചു. നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ തെറ്റിച്ച് പറഞ്ഞാൽ എനിക്കൂടെ തെറ്റിപ്പോയി. സീത കാട്ടിലിരിക്കുന്ന സമയത്ത് മാരീചൻ വന്ന് ഒരു ശബ്ദമുണ്ടാക്കുകയും എനിക്കിപ്പം മാന്യ വേണമെന്ന് പറഞ്ഞപ്പോൾ രാമൻ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിലെ പുതിയ കാലത്തിൻ്റെ ഭർത്താക്കന്മാരായ മോൻകുട്ടനെ പോലെ ആയിപ്പോയി. ഇപ്പോൾ ഒരുപാട് കുഞ്ഞുമോന്മാരും മോൻകുട്ടന്മാരും ഒക്കെ ഉണ്ടല്ലോ ഭർത്താക്കന്മാർ. പണ്ടത്തെ അച്ഛന്മാരെ കൂട്ടൊന്നുമല്ല. ആ മാനിനെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ ആ മാനിനെ പിടിക്കാൻ പോയി കിട്ടിയില്ലെങ്കിൽ വെള്ളത്തിൽ ചാടിക്കളി. ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള. പിന്നെ കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ അങ്ങനെയല്ല. പണ്ടൊക്കെ ഇപ്പം കല്യാണത്തിന് മുമ്പേ നമ്മൾ പാടത്തിലും കണ്ടത്തിലും ഒക്കെ കിടക്കുക. എന്തൊരു സേവ് ദ ഡേറ്റ് ഓഫ് സേവ് എന്നൊക്കെ പറഞ്ഞ് ഈ കല്യാണത്തിന് മുമ്പ് തന്നെ പാടത്ത് ചെളിയിലും അവിടെ ഇവിടെയൊക്കെ കിടന്ന് കുഴഞ്ഞ് ചാടി അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അച്ഛനും അമ്മയും കൂടെ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതാണ്ട് എൻ്റെ മക്കൾ രണ്ടുപേരും നിൽക്കുന്ന കണ്ടോന്ന്. ഇത് കണ്ടാൽ നമുക്ക് തോന്നും ഈ കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രിയിൽ നിന്ന് ഇവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വന്ന വഴിക്ക് ഏതാണ്ട് തുണിയൊക്കെ എടുത്ത് എവിടാണ്ടൊക്കെ ഒന്ന് ചുറ്റി ആ പടുതിക്ക് ഒന്ന് ഫോട്ടോ എടുത്തതെന്ന് തോന്നും. ഭക്തിയാ. നമുക്ക് ഭക്തി പെരുത്ത് കൂടി വരിക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവിടെ വെച്ച് രാമൻ എന്ത് ചെയ്തു? രാമനൊരു സാധാരണ ഭർത്താവായി മാറി. രാമൻ അതിൻ്റെ പിന്നാലെ പോയി. മാരീചൻ്റെ സൗണ്ട് കേട്ട് പോയപ്പോൾ ലക്ഷ്മണനോട് സീത പറഞ്ഞു, ലക്ഷ്മണ ഇത് രാമൻ്റെ സൗണ്ട് കേൾക്കുന്ന ലക്ഷ്മണൻ പറഞ്ഞു, ഇല്ല ഞാൻ ഒറ്റയ്ക്കിട്ടിട്ട് പോകത്തില്ല, ചേച്ചിയമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. കാരണം ലക്ഷ്മണൻ്റെ മനസ്സിൽ തൻ്റെ അമ്മ പറഞ്ഞ വാചകം മനസ്സിലുണ്ട്, അതുകൊണ്ട് ഞാൻ പോവില്ല, അത് രാക്ഷസനാണെന്നൊക്കെ പറഞ്ഞപ്പം സീത ഒരു പറച്ചിലങ്ങ് പറഞ്ഞു. സീത പുതിയ പറച്ചിലൊന്നും അല്ല, ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പെണ്ണുങ്ങൾ പറയുന്ന പറച്ചിലാണ് പറഞ്ഞത്. ഏതെങ്കിലും വീട്ടിൽ ചേട്ടനും അനിയനോടെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്, അവരൊരു തരത്തിലും പിണങ്ങുന്നില്ല, എന്തെല്ലാം തരത്തിലും പിണക്കാൻ നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ അവസാനം ഭാര്യ ഭർത്താവിനോട് രാത്രി ഒരു പറച്ചിൽ വരും, പിന്നെ എനിക്ക് നിങ്ങളോട് എല്ലാം ഒന്നും പറയാനൊക്കത്തില്ല, നിങ്ങളുടെ അനിയൻ്റെ ആ നോട്ടവും അതും എല്ലാം കൂടി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, വല്ലാത്തൊരു നോട്ടം, എനിക്കൊന്ന് ഡ്രസ്സ് മാറിയോ ഒക്കെ വേണം ഇവിടെ നിന്ന്. തീർന്നോ? കഥ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ അവരുടെ അടുത്ത് പറയും, നീ ഈ വീട്ടിൽ കയറിയേക്കരുത്. അതുപോലെ തന്നെ സീത ലക്ഷ്മണനോട് പറഞ്ഞു, നീ വേറെന്തെങ്കിലും ആഗ്രഹത്തിലാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ
രാമൻ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ നിനക്ക് തൊടാനൊക്കില്ല, ഞാൻ സ്വയം ജീവൻ ഒടുക്കും, അതുകൊണ്ട് നീ ആ ലക്ഷ്യത്തിൽ ഇരിക്കേണ്ട എന്ന് പറഞ്ഞു. ലക്ഷ്മണൻ ഞെട്ടിപ്പോയി. ലക്ഷ്മണൻ ഞെട്ടി തകർന്നു പോയി. ലക്ഷ്മണൻ പിന്നാലെ പോയി സീതയെ രാവണൻ വന്ന് കൊണ്ടുപോയി. അതിൻ്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാം. ഒടുവിൽ പോകുന്ന സമയത്ത് ഒരു തെളിവിനായി തൻ്റെ ചുവന്ന സാരിയിൽ കുറച്ച് എന്താ പറയുന്നത്, കുറച്ച് ആഭരണങ്ങളൊക്കെ കിട്ടി അവിടെ ഇട്ടിരുന്നു. അഹം ജാനാമി കേയൂരേ അഹം ജാനാമി കുണ്ടലേ എന്നൊക്കെ പറയുന്ന ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. ആ കെട്ടിയ പൊതിയെടുത്ത് തിരിച്ചു വന്നപ്പോൾ ഈ സീതയെ കാണുന്നില്ല. അവിടെ എല്ലാം നോക്കിയപ്പോൾ ഈ പൊതി കിട്ടി. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, എനിക്കിത് തുറക്കാനുള്ള കരുത്തില്ല, ഇത് സീതയുടെ ആണെങ്കിൽ ഞാൻ ആകെ തളർന്നു പോകും, അതുകൊണ്ട് ഇത് നീ തുറക്കാൻ പറഞ്ഞു. ലക്ഷ്മണൻ തുറന്നിട്ട് ഓരോന്നും ഇതേതാണെന്ന് ചോദിച്ചവൻ പറഞ്ഞു, എനിക്ക് കാതി കിടക്കുന്നതാണെന്ന് അറിയത്തില്ല, ഇത് കഴുത്തിൽ കിടക്കുന്നത് സീതമ്മയുടെ എന്നാണ് അറിയത്തില്ല, പക്ഷേ കാലിലുള്ളത് സീതമ്മയുടേതാണ്, കാരണം ഞാൻ എന്നും പാദപൂജ നടത്തുന്ന കാലാണ്, ഞാനെന്നും പാദാഭിബന്ധനം നടത്തുന്ന കാലാണ് ഞാൻ എന്ന് പറഞ്ഞു ലക്ഷ്മണൻ. അത്രയും സ്നേഹമുള്ള ലക്ഷ്മണന് പോലും പരീക്ഷണം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സാഹോദര്യ ബന്ധത്തിൻ്റെ ചരിത്രവും ഇതേ ഈ പറയുന്ന എന്താണ് പറയുന്നത് ഈ കഥയിലുണ്ട്. പിന്നെ അങ്ങോട്ട് ലക്ഷ്മണൻ പോകുന്നതും അത് കഴിഞ്ഞ് അങ്ങോട്ട് സഞ്ചരിക്കുന്നതും പിന്നെ ഇവർ മുന്നോട്ട് പോകുന്നതും പരീക്ഷണങ്ങളും യുദ്ധങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരുപാട് സംഭവങ്ങൾ രാമായണത്തിലുണ്ട്. അവസാനം രാമൻ ജയിച്ച് തിരിച്ചു വന്ന് സരയൂ നദിയിലേക്ക് അവസാനം ജീവൻ ത്യാഗം ചെയ്യാനായി സരയൂ നദിയിൽ ലയിച്ചു പോകുന്ന സന്ദർഭവും രാമായണവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ 2-3 കൗതുകപൂർവമായ കാര്യങ്ങൾ കൂടി ഞാൻ വായിച്ചു. അതുകൂടി ഇന്നത്തെ രാമായണ പ്രഭാഷണത്തിൽ പങ്കുവെക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ഈ കാക്കയ്ക്ക് ബലിയിടുന്നതിനായി ഭക്ഷണം കൊടുക്കുന്ന ആ സംഭവവും രാമായണവുമായൊരു ബന്ധമുണ്ട്. ആർക്കെങ്കിലും ആ കഥ അറിയുമോ? നമ്മളെല്ലാവരും ബലിക്കാക്കയെ വിളിച്ച് ഭക്ഷണം കൊടുക്കാറുള്ളതാണ്. ഈ ഹിന്ദുമത പുരാണങ്ങളുടെ പ്രഭാഷണത്തിന് പോകുമ്പോൾ വലിയൊരു സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. ഈ ഇസ്ലാം മതത്തിലെ പ്രഭാഷണത്തിനൊക്കെ നമ്മൾ പോകുമ്പോൾ ഏതെങ്കിലും അക്ഷരം തെറ്റിപ്പോയാൽ എല്ലാവരും കൂടെ നമ്മളെ പിന്നെ കൈകാര്യം ചെയ്യും. ഇതിപ്പോൾ കഥ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് വിരോധമൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ട് പോയിക്കോ, ഞങ്ങളിങ്ങനെ ഇരുന്നോളാം എന്നുള്ളൊരു ഒരു സ്നേഹവും സന്തോഷമാണ് നിങ്ങൾക്കുള്ളത്. ഈ ബലിക്കാക്ക രാമായണത്തിലേക്ക് വരുന്ന ഇനി ഇതിനകത്ത് 3 കഥകൾ ഇത് വായിച്ച് ചെന്നപ്പോൾ എന്നെ ആകർഷിച്ചു. ഞാൻ പോലും കേട്ടിട്ടില്ലാത്ത കഥകളായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത്തവണ ഈ പറയുന്ന രാമായണ പ്രഭാഷണം നമ്മുടെ എന്താ പറയുന്നത് ഈ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ പറയുമ്പോൾ ഈ കഥകൾ കൂടി പറയണമെന്ന് വിചാരിച്ചു. ദാശാഹാർ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഒരു മഹാരാജാവ്. ആ മഹാരാജാവ് ഒരുപാട് പാവങ്ങൾ ചെയ്തു. ഈ പാവങ്ങൾ ചെയ്ത് വാർദ്ധക്യകാലത്തെത്തിയപ്പോൾ ഈ പാവങ്ങളെക്കുറിച്ച് വല്ലാത്ത വേദനയും ദുഃഖവും ഒക്കെ തോന്നി അദ്ദേഹം മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ നാട്ടിൽ അങ്ങനെ ആണല്ലോ, വയസ്സ് ചെല്ലുമ്പോഴാണല്ലോ പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ വേണ്ടായിരുന്നു, ഇങ്ങനെയൊന്നും ആരെയും ചെയ്യണ്ടായിരുന്നു, ഇനിയിപ്പോൾ ചെയ്തുകൊണ്ട് എന്തുവാ, ചെയ്തതെല്ലാം പോയി എന്നൊക്കെ പറഞ്ഞൊരു കുറ്റബോധമൊക്കെ തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇത് തോന്നേണ്ടത് ആരോഗ്യമുള്ളപ്പോഴാണ്. നമ്മൾ ചിലപ്പോൾ ചില ആളുകളോട് പറയത്തില്ലയോ, എടാ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള 10 സെൻറ്റ് വസ്തുവോ അല്ലോ മക്കൾക്ക് എഴുതിക്കൂടെ, അവരെല്ലാം കൂടെ മരിച്ചു കഴിഞ്ഞ് അടിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പറയും ഞാനങ്ങ് കൊണ്ടുപോകുന്നില്ലല്ലോ, ഞാനിവിടെ വെച്ചിട്ടല്ലേ പോകുന്നത്, എല്ലാവരും അങ്ങ് എടുത്തോട്ടെ. ഇത് പറയുന്ന കേട്ടാത്തൊന്നും പുള്ളിയുടെ വലിയൊരു ഔദാര്യമാണ് ഇവിടെ വെച്ചിട്ട് പോകുന്നതെന്ന്. അങ്ങോട്ട് കൊണ്ടുപോകാനെത്താത്തതുകൊണ്ടാണ്. അങ്ങോട്ട് പ്രമാണം ചെയ്തുകൊണ്ട് പോകാനൊക്കുമായിരുന്നെങ്കിൽ ഒരൊറ്റ വസ്തുക്കൾ ആരും കൊടുക്കത്തില്ലായിരുന്നു. ഞാൻ എഴുതി തരാം, നേരെ അങ്ങ് നരകത്തിലാണോ സ്വർഗത്തിലാണോ എവിടത്തെങ്കിലും അക്കൗണ്ട് എടുത്ത് ആ രജിസ്ട്രാർക്ക് എന്തെങ്കിലും കൊടുത്തത് പ്രമാണം ചെയ്ത് അങ്ങോട്ടങ്ങ് പോയാൽ. അപ്പോൾ അതുപോലെ ദാശാഹാർ രാജാവിനും വാർദ്ധക്യമായപ്പോൾ വലിയ വിഷമം തോന്നി. പുള്ളി കഠിനമായ മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പാവങ്ങളെല്ലാം കൂടി കാക്കയുടെ രൂപത്തിൽ പുറത്തേക്ക് വന്നു, കറുത്ത കാക്ക. അപ്പോൾ അങ്ങനെ പാവത്തിൻ്റെ ലക്ഷണമായിരിക്കുന്ന കാക്ക, ഈ കഥയാരും കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും തരണം. കാരണം ഞാനിത് ഇത്രയും വായിച്ച് മെനക്കെട്ടിരുന്നേച്ച് ഈ രാമായണം എന്നും കേൾക്കുന്ന നിങ്ങൾക്ക് ഈ കഥ പറഞ്ഞു തരുന്നതെന്ന് പറയുന്നത് മോശമാണ്. അപ്പോൾ ഈ കാക്ക പാവത്തിൻ്റെ ലക്ഷണമാണ്. ആ പാവത്തിൻ്റെ ലക്ഷണം ആയതുകൊണ്ട് നമ്മുടെ സീതമ്മ ദണ്ഡകാരണ്യത്തിൽ കഴിയുന്ന സമയത്ത് ഇന്ദ്രൻ്റെ മകൻ ജയന്തൻ ഒരു കാക്കയുടെ രൂപം പ്രാപിച്ച് വന്ന് സീതമ്മയെ ആക്രമിച്ചപ്പോഴത്തേക്ക് രാമൻ അമ്പെയ്ത് ഈ എക്കോ കുറയ്ക്കാൻ ഒക്കുമോ?
ഇതിലൊരുമാതിരി സിനിമാ പരസ്യം പറയുന്ന പോലെ ഇങ്ങനെ ഞാൻ തന്നെ കേൾക്കുന്നു, നാളെ 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 എന്ന് പറഞ്ഞു ഇപ്പോഴും കേൾക്കുന്നില്ല. അപ്പോൾ ഈ രാമൻ അപ്പോൾ എന്ത് ചെയ്തു? ഈ കാക്ക സീതയെ ആക്രമിച്ചു. രാമൻ വളരെ കാർക്കശ്യഭാവത്തിൽ അമ്പെയ്ത് ഈ പറയുന്ന കാക്കയുടെ നേരെ അമ്പ അയച്ചിട്ട് കാക്കയുടെ ഒരു കണ്ണങ്ങ് പോയി. ഈ കാക്കയുടെ ഒറ്റ കണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനത് ശരിയാണോ എന്നറിയാൻ സയൻസിലേക്ക് പോയി നോക്കിയപ്പം സയൻസിൽ കാക്കയ്ക്കൊരു മോണോലോക്കുലർ വിഷൻ എന്ന് പറയുന്ന ഒരു വിഷനാണ് കാക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മുടെ ചില ആളുകൾക്കും ഉണ്ട് കേട്ടോ. മോണോലോക്കുലർ വിഷൻ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് കാണാൻ വേണ്ടി ഈ ഒറ്റ കണ്ണിങ്ങനെ പിടിക്കും. ഈ ഒറ്റ കണ്ണും ഒറ്റ ചെവിയും പിടിക്കുന്ന പിടി കാക്കയ്ക്ക് മാത്രമല്ല നമുക്കും ഉണ്ട്, അറിയാമോ? ഈ മരുമോനും മരുമോളും കൂടെ എന്തെങ്കിലും ഒന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ നമ്മൾ ഈ വടക്കോട്ട് തുണി കഴുകി ഇട്ടുകൊണ്ട് നിന്നിട്ട് തെക്കോട്ട് ഈ ഒരു കണ്ണും ചെവിയും കൂടി ഇങ്ങനെ പിടിക്കും. മലയാളികൾക്കെല്ലാം ഉള്ളൊരു പ്രത്യേകതയാണ്. നമ്മൾ ഈ മൊബൈലിൽ മെസ്സേജ് അയക്കുമ്പോഴേ 12 മെസ്സേജ് അതിനകത്ത് കിടന്നാലും മറുപടി ഒന്നും പറയത്തില്ല. 13ാമത്തെ മെസ്സേജ് നമ്മൾ ഡിലീറ്റ് ചെയ്താൽ ഉടനെ എല്ലാവരും ചോദിക്കും എന്തുമായിരുന്നു ആ ഡിലീറ്റ് ചെയ്തത്. അതുകൊണ്ട് ആരെങ്കിലും എല്ലാവരും അറിയത്തക്ക എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളിനോട് വളരെ ശബ്ദം കുറച്ച് രഹസ്യമായിട്ട് പറഞ്ഞിട്ട് പറയണത് ഇത് ആരെടുത്തും പറയരുത്. നമ്മൾ ആ പറഞ്ഞു തീർന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മൊത്തം ആളുകൾ പറയും. ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പും മറ്റേതുമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വീട്ടിൽ നടക്കുന്ന കുടുംബവഴക്ക് ഒരു നാട്ടിൽ മുഴുവൻ നടത്തുന്നതിന് ഒരു പാടുമില്ല. അപ്പം പിടിച്ചങ്ങ് വിട്ടുകൊടുക്കുക. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഗൾഫിലേക്കോ നാട്ടിലേക്കോ ഒക്കെ കത്തെഴുതി മോൻ പട്ടാളത്തിൽ നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്കൊന്ന് തണുക്കുമായിരുന്നു. ഇപ്പം തണുക്കാനുള്ള നേരമില്ല, ചൂടോടെ പിടിച്ചങ്ങ് വിട്ടുകൊടുക്കുക. ഈ കുടുംബ ഗ്രൂപ്പുകളെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുടുംബ ഗ്രൂപ്പുകളിൽ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വാമദേവൻ മാമൻ വിളിച്ചിത് കട്ട് ചെയ്യുന്നതിന് പകരം തുറന്നു വെച്ചുകൊണ്ട് ഈ സംസാരിച്ച് കഴിഞ്ഞേച്ച് പറയും വാമദേവൻ അവനിപ്പോൾ വിളിച്ചേക്കുന്നു, അവൻ ഇത്രയും നാളായിട്ട് വിളിക്കണ്ടായിരുന്നു, ഇതെല്ലാം വാമദേവൻ കേട്ടോണ്ടിരിക്കുക. എന്നിട്ട് ഇച്ചിരി കഴിഞ്ഞാൽ അവൻ കട്ട് ചെയ്തേച്ച് വിളിക്കുമ്പോൾ വാമോ മോനെ നീ അങ്ങ് വെച്ചോടാതെ ചോദിക്കുന്നത്. സത്യത്തിൽ ഇത് കേട്ട് നെഞ്ചു പൊട്ടി മരിക്കും. ഒരുപാട് മലയാളികൾ ഹൃദ്രോഗം വന്ന് മരിക്കുന്നത് നമ്മുടെയൊക്കെ കയ്യിരിപ്പുണ്ടാണെന്നാണ് എൻ്റെ ഒരു ചിന്ത, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ഈ ഒറ്റ കണ്ണേ ഉള്ളു കാക്കയ്ക്ക്. അപ്പോൾ കാക്ക അതുകൊണ്ട് മോണോലോക്കുലർ വിഷനാണ്. എന്തെങ്കിലും അടുത്ത് കാണണമെങ്കിൽ ഈ കാക്ക ഇങ്ങനെ ഒറ്റ കണ്ണ് പിടിക്കും. അതുകൊണ്ടാണ് കാക്ക ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ ഈ സംഗതിയെല്ലാം കഴിഞ്ഞ് ഇവർ യുദ്ധമൊക്കെ ജയിച്ച് 2ാം ജീവിതവുമായി രാമനും സീതയും കൂടി അയോധ്യയിലിരിക്കുന്ന സമയത്ത് ഈ കാക്ക അടുത്ത് വന്നിരുന്ന് കരഞ്ഞ്. ആ കരഞ്ഞ സന്ദർഭത്തിൽ വാൽമീകി പറഞ്ഞത് സീതയുടെ മനസ്സൊരു വല്ലാത്ത ദുഃഖസാന്ദ്രമായ മനസ്സാണ്. എന്ത് സംഗതികളുണ്ടായാലും സീത പെട്ടെന്ന് ഭയങ്കര സങ്കടം വരുന്നു, ഭയങ്കര ദുഃഖം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ കാക്ക കരഞ്ഞത് കണ്ടുകൊണ്ട് സീതയുടെ കണ്ണ് നിറഞ്ഞു. പെട്ടെന്ന് രാമൻ ചോദിച്ചു എന്താ സീത നീ പെട്ടെന്ന് കരയുന്നത്? അല്ല ഞാൻ കാരണം കാക്കയുടെ കണ്ണ് പോയില്ലേന്ന് ചോദിച്ചു. ആദ്യം സീത പറഞ്ഞു കാക്ക കാക്ക എന്ന് പറഞ്ഞതുമല്ല. രാമൻ ആകപ്പാട് ഞെട്ടി. പണ്ട് മാനിനെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞ് പുള്ളി അതിൻ്റെ പുറകെ പോയാൽ ഈ കുഴപ്പം മൊത്തം ഉണ്ടായത്. ഇനി കാക്കയെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞ് അതിൻ്റെ കൂടെ പോയി കുഴപ്പമാവുമോ എന്ന് വിചാരിച്ചു. അപ്പോൾ രാമൻ എന്ത് പറഞ്ഞു? അല്ല കുഴപ്പമില്ല, അത് അങ്ങനെ അല്ലല്ലോ, ജയന്തനെയല്ലേ ഞാൻ അമ്പ ചെയ്തത്, കാക്കയല്ലല്ലോ. അപ്പോൾ സീത പറഞ്ഞു അങ്ങനൊന്നും അല്ല. ഈ പെണ്ണുങ്ങൾക്കൊരു പ്രത്യേകതയുണ്ടല്ലോ, അതായത് എന്തെങ്കിലും തരത്തിലൊരു അമിത സ്നേഹം ഭർത്താവ് കാണിച്ചാൽ പിന്നെ എല്ലാ സംഗതികളും ഈ ഭർത്താവിനോട് അവസാനം ഭർത്താവ് ചൂടായി ഇറങ്ങിപ്പോകുന്നത് വരെ ഈ സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കും. സീത അങ്ങനെ അങ്ങ് ഭയങ്കര നിർബന്ധം പിടിച്ച് രാമനോട് അങ്ങനല്ല, കാക്കയ്ക്ക് വിഷമമാണെന്നൊക്കെ പറഞ്ഞു. അവസാനം സീതയുടെ നിർബന്ധത്തിന് വഴങ്ങി കാക്കയെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ അന്ന് പോയ കണ്ണിന് ഒരു കണ്ണിന് നിനക്ക് നല്ല കാഴ്ച ഞാൻ തരുന്നു എന്നും പറഞ്ഞിട്ട് അനുഗ്രഹമായിട്ട് കൊടുത്തു. എന്നിട്ട് കാക്കയോട് പറഞ്ഞു നീ ഇനി പാപത്തിൻ്റെ സന്തതികളല്ല, ആത്മാക്കൾക്ക് പുണ്യം കിട്ടണമെങ്കിൽ നീ ഇനി നിന്നെ എല്ലാവരും ആഹരിപ്പിക്കണം, ആഹരിപ്പിച്ചെങ്കിൽ മാത്രമേ ആ പുണ്യം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കാക്കയ്ക്ക് ഈ പിതൃക്കൾ ബലിയിടാൻ തുടങ്ങിയത് എന്നാണ് ഇതിനു വേണ്ടിയിട്ട് രാമായണ കഥയുമായിട്ട് ബന്ധപ്പെട്ട്. ഇതാദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിൽ ഒന്ന് കൈയടിച്ചേ. ഞാൻ എത്ര ധന്യൻ. ഇതാണ് ഒരു കഥ. 2ാമത്തെ കഥ എന്താണെന്നറിയുമോ? സീത ഒരൊറ്റ അമ്പ ചെയ്ത് ഒരാളിനെ കൊന്നിട്ടുണ്ട്. രാമനും ലക്ഷ്മണനും ഒക്കെ നിൽക്കുന്ന സമയത്ത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വിമൺ എംപവർമെൻറ്റ്, വനിതാ ശാക്തീകരണം. അറിയാവോ ചരിത്രം ആർക്കെങ്കിലും? എല്ലാവരും എഴുന്നേറ്റ് പോകും, ഞാനും പോവുക.
ഇതുപോലും അറിഞ്ഞുകൂടാങ്കിൽ പിന്നെ എന്തിനാണ് ഞാനിത് പറയുന്നത്? അതായത് ഈ രാവണ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ രാമൻ ഈ വാനരപ്പടയുമൊക്കെയായി നേരെ അവിടെ ചെന്നു. രാവണൻ്റെ ആസ്ഥാനത്ത് ചെന്നു. രാവണൻ അറിയാം ഈ വരുന്നത് ചെറിയ തയ്യാറെടുപ്പോടെയൊന്നുമല്ല, കടുത്ത യുദ്ധമാണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. പുള്ളിക്ക് 2 സഹോദരന്മാരാണല്ലോ. ഒന്ന് വിഭീഷണൻ. വിഭീഷണൻ്റെ ഒരു പ്രത്യേകത എന്തുവാന്ന് വെച്ചാൽ 24 മണിക്കൂറും ധർമ്മം 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 അങ്ങനെ നടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ചേട്ടാ അതാ പുറത്തൊരു അനക്കം കേൾക്കുന്നു, നാമം ജപിക്കുന്നു പറയുന്നവരുണ്ട്. ഇതോ അവരങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ചുമ്മാ എവിടെയെങ്കിലും ചാരിയിരിക്കും. അങ്ങനെ പുള്ളി ധർമ്മമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക. കുംഭകർണനുണ്ട്, അളിയനാന്നെ ഭയങ്കര ഉറക്കമാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടനെ ഒരുപാട് ചാപ്പാടും വേണം. പുള്ളിയെ വല്ല ചായാലും കുത്തിപ്പൊക്കി എഴുന്നേറ്റിരുത്തി ഒത്തിരി ചാപ്പാട് കഴിച്ചു. ഈ ചാപ്പാടിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ പലയിടത്തും കുംഭകർണന്മാരാണ്. ഈ കല്യാണ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അല്പം ആരോഗ്യം കൂടെ പറഞ്ഞേക്കാം. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരു 10-85% ആളുകൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്നാണ് പറയുന്നത്, കൊഴുപ്പ് ലിവറിനകത്ത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ചെതൽ തിന്നുന്ന പോലെ തിന്നുന്നതുകൊണ്ടാണ്. ചില കല്യാണത്തിനൊക്കെ ചെന്നാൽ ഈ ചോറ് ഇങ്ങനെ കൂന പോലെ കിടക്കും. നമ്മൾ അപ്പുറത്തിരുന്ന് നോക്കുമ്പോൾ ചോറ് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ തിന്ന് വരുമ്പോഴാണ് ഈ മുഖം കാണുന്നത്. പിന്നെ എല്ലാ കല്യാണ ഓഡിറ്റോറിയത്തിലും ഈ കയറുന്ന വാതിൽ പച്ചിരുമ്പിനാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സാധാരണ ഇരുമ്പ് വല്ലതും ആണെങ്കിൽ ഇടിച്ച് വളച്ച് റെഡിയാക്കി ഒക്കെ റെഡിയാവും. എന്നിട്ട് ഇതിനകത്ത് ഇടിച്ച് അകത്തോട്ട് കയറുമ്പോഴേ ഈ മുണ്ടൊക്കെ പുറകെ നിൽക്കുന്നവൻ കൊടുക്കും. അതാണ്ട് ചേട്ടൻ്റെ മുണ്ടെന്നും പറഞ്ഞു. ഇല്ല, കലിംഗ യുദ്ധമൊക്കെ കഴിഞ്ഞ് നമ്മളാണ്ടിലെ യുദ്ധസ്ഥലത്ത് ചെല്ലുന്നവരെ എന്നിട്ട് കയറിയിട്ടൊരു ചിരിയുണ്ട്, യുദ്ധം ജയിച്ച പോലെ. എന്താ പറയുക, പ്ലേറ്റ് കിട്ടിയെന്നുള്ള രീതിയിൽ. നമ്മൾ തിന്ന് തീർക്കുന്നതിന് ഒരു കണക്കുമില്ല, പോട്ടെ, അത് വേറെ സന്ദർഭത്തിൽ പറയാം. അപ്പോൾ കുംഭകർണ ചാപ്പാടൊക്കെ അടിച്ച് റെഡിയായിട്ടിരുന്നിട്ട് രാവണനോട് ചോദിച്ച്, അല്ല ചേട്ടാ ഇതൊക്കെ ഇരിക്കട്ടെ, നിങ്ങളെന്തിനാണ് വല്ലവൻ്റെയും ഭാര്യയെ തട്ടിക്കൊണ്ട് വന്നേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ചോദിച്ചപ്പം ആകപ്പാട് രാവണൻ വിഷമത്തിലായി. എടാ ഇത്രയും ചാപ്പാടും കൊടുത്ത് അവനെ ഇരുത്തിയേച്ച് ഇതെല്ലാം തിന്നേച്ച് ചോദിക്കുന്നു. നമ്മുടെ ആളുകളുടെ ഒരു ശീലം ഉണ്ടല്ലോ അത്. നമ്മൾ ഈ കല്യാണ വീട്ടിൽ ചെന്ന് മൊത്തം തിന്നേച്ച് ഇറങ്ങി വന്നേച്ച് പറയും, പഴം ഇച്ചിരി വലുതാണെങ്കിൽ പറയും, ഓ ഇത്രയും മുട്ടൻ പഴം, പാണ്ടിപ്പഴമാണ്. യഥാർത്ഥത്തിൽ ഈ കല്യാണ വീട്ടിൽ ഈ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ അച്ഛൻ നിൽക്കുന്ന നിങ്ങൾ കാണണം. കല്യാണം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങി പോരുമ്പോൾ നോക്കാറുണ്ട്. എൻ്റെ മനസ്സിൽ ചില ചിന്തകൾ വരാറുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, മുട്ടൻ ഈ ചൂരയുടെയൊക്കെ മീനുണ്ടല്ലോ, അതിൻ്റെ ഈ മാംസം മൊത്തം തിന്നിട്ട് മുള്ളു മാത്രം ഇങ്ങനെ കിടക്കുമല്ലോ, ആ രൂപത്തിൽ ഒരാൾ ജീവിച്ചിരിക്കുന്നതിന് തുല്യമേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലോ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഈ ബസ് കൊണ്ടിട്ട് ചെറുക്കൻ കൂട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ആളുകളെ കയറ്റുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താണെന്നറിയാമോ, എവിടെയോ ഒരു യുദ്ധം നടക്കാൻ പോകുന്നു. കണ്ട പട്ടാളക്കാരെല്ലാം രാവിലെ ഒരുങ്ങി കയറുന്നു, യുദ്ധത്തിന് പോവുക. ഇല്ല, പെണ്ണിൻ്റെ അച്ഛനെ തോൽപ്പിക്കാൻ, പെണ്ണിൻ്റെ വാപ്പായ. പുള്ളി ഇങ്ങനെ നിൽക്കുക, എല്ലാവരും എന്നെ ആക്രമിച്ചോ എന്നും പറഞ്ഞു. അപ്പം ചുരുക്കത്തിൽ ഈ ആഹാരമെല്ലാം കഴിച്ചിട്ട് കുംഭകർണൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ രാവണനാകെ ധർമ്മസങ്കടത്തിലായി. എന്താ കഥ? ഇച്ചിരി കഴിഞ്ഞ് പുള്ളി ഒരു ഏമ്പൊക്കെ ഇട്ടേച്ച് പറഞ്ഞ്, ചെയ്തത് തോന്നിയാസമാണെങ്കിലും ഇപ്പോൾ എൻ്റെ ചേട്ടനാണല്ലോ ചെയ്തത്, അതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തോളാം, ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി യുദ്ധത്തിന് തയ്യാറായി. രാമനെല്ലാം കൂടെ വന്ന് അടിച്ച് ഓടിച്ച് റെഡിയാക്കി തോൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ അഗ്നിലോചന എന്ന് പറയുന്ന ഒരു മോനുണ്ടായിരുന്നു, ഒരു ഭാര്യ ഉണ്ടായിരുന്നു കുംഭകർണന്, അഗ്നിലോചന കാട്ടിലേക്ക് ഓടി. അവിടെ ചെന്നൊരു കുഞ്ഞിന് ജന്മം നൽകി. അഗ്നിലോചന മരിച്ചു. ആ കുഞ്ഞിൻ്റെ പേരാണ് മൂലകൻ. ഈ മൂലകനെ വളർത്തിയത് തേനീച്ചയും കിളികളും ഒക്കെയാണ്. ഈ മൂലകൻ വളർന്നു വന്നു കഴിഞ്ഞ്, ഞാൻ ചുരുക്കി പറയാം, സമയം 1:20 ഇനിയിപ്പോൾ വിശപ്പിൻ്റെ സമയമായി. അവസാനം മൂലകൻ വളർന്നു വന്ന്, സമയമായില്ലെന്ന് ഒരച്ഛൻ പറയുന്നത് വളരെ സ്ലോ ആയിട്ട് പറഞ്ഞാൽ മതിയെന്നാണ്. എനിക്ക് തോന്നുന്നു 12 മണിക്ക് ആഹാരം കഴിച്ചേച്ചിരിക്കുവാണ്. അപ്പോൾ മൂലകൻ പ്രായപൂർത്തിയായപ്പോൾ ഈ പറയുന്ന തേനീച്ചയോടും കിളികളോടും ഒക്കെ ചോദിച്ചു, എൻ്റെ അമ്മ ആരാണ്, എൻ്റെ അച്ഛൻ ആരാന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ തേനീച്ച പറഞ്ഞു കൊടുത്തിട്ട്, ഇങ്ങനെ ഒരു രാജ്യമുണ്ട്, രാമനുണ്ട്, സീതയുണ്ട്, നിൻ്റെ വല്യച്ഛനുമൊക്കെ വലിയ തെമ്മാടികളായിരുന്നു, അവരെല്ലാം കൂടെ വന്നാണ്ട് അടിച്ചു കൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്, നിൻ്റെ കൊച്ചച്ഛനാപ്പം ലങ്കയിലെ രാജാവ്. അപ്പോൾ യവൻ പറഞ്ഞു, എനിക്ക് പ്രതികാരം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രതികാരം ചെയ്യാൻ ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വിദ്യ അഭ്യസിക്കണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ തേനീച്ച പറഞ്ഞ്, നീ വിദ്യ അഭ്യസിക്കുകയോ മറ്റോ ഒന്നും ചെയ്യണ്ട, നീ നല്ല തപസ്സനുഷ്ഠിച്ച് വരം വാങ്ങിയാൽ മാത്രമേ നിനക്ക് അവരെ തോൽപ്പിക്കാനൊക്കത്തോളം എന്ന് പറഞ്ഞു. അങ്ങനെ മൂലകൻ ആരടുത്താണ് ഞാൻ തപസ്സനുഷ്ഠിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, ആകെ തപസ് ചെയ്യാൻ 3 പേരേ ഉള്ളൂ, 1 ശിവൻ, 2 വിഷ്ണു, 3 ബ്രഹ്മാവ്. അപ്പോൾ ശിവൻ്റെ കാര്യം പറഞ്ഞപ്പം ഈ തേനീച്ച എല്ലാവരും പറഞ്ഞ്, പുള്ളി ഇച്ചിരി മുരടനാ, നിൻ്റെ ചില്ലറ പണിയിലൊന്നും ചിലപ്പം പ്രസാദിക്കത്തൊന്നുമില്ല, അതുകൊണ്ട് അത് നീ കൈയിരിക്കട്ടെ എന്ന് പറഞ്ഞു. വിഷ്ണു ആയാലോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ്, പുള്ളിക്ക് ഈ ദേവന്മാരോട് മാത്രമേ ഉള്ളൂ ഇഷ്ടം,
അസുരന്മാരോടും ബാക്കിയുള്ളവരോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് അവിടെയും പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ പാവം ബ്രഹ്മാവേ ഉള്ളൂ. ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ച് തപസ്സനുഷ്ഠിച്ചു. തപസ്സെല്ലാം അനുഷ്ഠിച്ച് കഴിഞ്ഞൊരു വരം ചോദിച്ചു. എന്തോ വരം വേണമെന്ന് ചോദിച്ചപ്പം യവൻ പറഞ്ഞ്, ആണുങ്ങളുടെ കൈ കൊണ്ട് ഒരിക്കലും ഞാൻ മരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ഓർത്തില്ല. ചിലർ നമ്മൾ പറയത്തില്ല, ഈ പെണ്ണുങ്ങളെ ചിലർ പ്രാർത്ഥിക്കും, ദൈവമേ ഗുണ്ടകളുടെ കൈ കൊണ്ട് എന്നെ മരിക്കല്ലേന്ന്. ചിലപ്പോൾ ഭാര്യയുടെ ചെരവയുടെ അടി കൊണ്ട് മരിക്കാനായിരിക്കും വിധി. വിശ്വാമിത്ര മഹർഷിയുടെ പിന്നെ ഈ പറയുന്ന യാഗം എല്ലാം തകർത്ത് തരിപ്പണമാക്കി വിശ്വാമിത്ര മഹർഷി പറഞ്ഞ് നീ പെണ്ണുങ്ങളുടെ കൈ കൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞ് അവസാനം രാമനും ലക്ഷ്മണനും എല്ലാം അമ്പ ചെയ്തിട്ട് ഇവൻ മരിച്ചില്ല. രാമനൊക്കെ വല്ലാതെ പരിഭ്രാന്തനായി. ഇനിയും അടുത്ത രാവണ യുദ്ധം പോലെ തുടങ്ങാൻ പോവാണോ എന്നൊക്കെ വിചാരിച്ചപ്പം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞ്, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട, ഒരു പെണ്ണ് അമ്പ ചെയ്താൽ മതി, ഇവനിപ്പം ഇവൻ്റെ കച്ചവടം തീരുമെന്ന് പറഞ്ഞു. അങ്ങനെ സീത ഒരു അമ്പെടുത്ത് ഒരൊറ്റ അടി കൊടുത്ത് ഇവൻ പൊത്തോന്ന് താഴെ വീണ് ദാടകം. അത് കണ്ടപ്പോൾ എനിക്ക് ഈ ദശരഥ മഹാരാജാവിലെ കൈകേയുടെ മുമ്പിൽ ചക്കപ്പൊത്തോന്ന് വീണ പോലത്തെ ഒരു ഓർമ്മ വന്നു. ഒരുപാട് വലിയ ഭീമാകാരന്മാരായ ആണുങ്ങളൊക്കെയും ചില പെണ്ണുങ്ങളുടെ കൈകൊണ്ട് കൊച്ചടിക്ക് മറിഞ്ഞ് താഴെ വീഴുന്നത് പോലെ ഇവരെല്ലാം പരാജയപ്പെട്ട് അമ്പെയ്യുന്ന പിന്നെ എല്ലാ ആളുകളും പരാജയപ്പെട്ടപ്പോഴാണ് ഈ സീതമ്മയുടെ ഒരൊറ്റ അമ്പിൽ മൂലകൻ താഴെ വീണ് കാറ്റുപോയത്. ഒറ്റ കഥയും കൂടെ പറഞ്ഞ് നിർത്താം. രാമസേതു എല്ലാവർക്കും അറിയാമല്ലോ. രാമസേതു അറിയാമോ? അച്ഛന് അറിഞ്ഞൂടാ? അറിയാമോ പ്രജാതയ്ക്ക്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന രാമസേതു, ലങ്കയിലേക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ ഈ രാമസേതു എന്ന് പറയുന്നത് നളനസേതു എന്ന് പറയുന്നതാണ്. ഇതുണ്ടാക്കിയ ആളിൻ്റെ പേര് നളൻ എന്നാണ്. രാമൻ അതിലേ കൂടെ പോയതുകൊണ്ടാണ് ഈ രാമസേതു എന്ന് വിളിച്ചത്. ആ കഥ കൂടി അറിഞ്ഞിരിക്കണം. ഇതെല്ലാം ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുള്ളതാണ് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ചിന്ത. ഈ നളനസേതു എന്ന് പറയുന്ന നളൻ ആരാന്നറിയോ? വിശ്വകർമാവിൻ്റെ മോനാണ് നളൻ. ഈ നളൻ എന്ന് പറയുന്നത് ഒരു വലിയ കുസൃതിക്കാരനായിരുന്നു. എല്ലാവരെയും ശല്യം ചെയ്യുക എന്നുള്ളതാണ് ഈ നളൻ്റെ ജോലി. ഏതെങ്കിലും ആശ്രമത്തിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കമഴ്ത്തി വെക്കും. ഈ പശുവോ പശുക്കിടാവോ വല്ലതും കാണുന്നെങ്കിൽ അഴിച്ചു വിടും. എല്ലാവരെയും ശല്യം ചെയ്യുന്ന പണിയാണ് നളൻ്റെ കയ്യിലിരുന്നത്. ആ നളൻ ഒരിക്കൽ മരത്തിൻ്റെ മുകളിലിരുന്നപ്പോൾ ഒരു ബ്രാഹ്മണൻ ഒരു സമുദ്രത്തിലേക്ക് നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം നളനാകെ ഒരു സംശയമായി. എന്താണ് ഇയാൾ പ്രാർത്ഥിക്കുന്നത്? വായുദേവനെയാണോ, അതല്ല ആകാശദേവനെയാണോ, അതോ മറ്റെന്തെങ്കിലും വിഗ്രഹമാണോ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. ഈ ബ്രാഹ്മണൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു മുറിയിലേക്ക് വന്നപ്പോൾ നളൻ പതുക്കെ കൂടെ വന്നിട്ട് എത്തി വലിഞ്ഞ് നോക്കി. എന്താണ് ഈ ബ്രാഹ്മണൻ പ്രാർത്ഥിച്ചത്? നോക്കുമ്പോൾ ഒരു വിഗ്രഹം കണ്ടു. അപ്പോൾ ഇയാളൊരു വിഗ്രഹാരാധകനാണെന്ന് മനസ്സിലായി. നളൻ നേരെ എന്ത് ചെയ്തു? ഈ വിഗ്രഹം എടുത്ത് കൊണ്ടുവന്ന് കടലിലിട്ടു. ഈ ബ്രാഹ്മണൻ ഇറങ്ങിയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ താൻ പ്രാർത്ഥിച്ചിരുന്ന വിഗ്രഹം കാണുന്നില്ല. ഇയാൾ വളരെ കോപിഷ്ഠനായി. ഇയാൾ പറഞ്ഞു, നിന്നെ ഞാൻ ശപിക്കും. ആ ശപിക്കുമെന്ന് പറഞ്ഞിട്ട് നളനെ ശപിച്ചു. നീ ഇനി എന്ത് കടലിലിട്ടാലും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നളൻ പറഞ്ഞു, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ആ വിഗ്രഹം എടുത്ത് എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി കടലിൽ മുങ്ങി ആ വിഗ്രഹം എടുത്ത് ബ്രാഹ്മണൻ്റെ കൊണ്ട് കൊടുത്തിട്ട് ഈ ബ്രാഹ്മണനോട് പറഞ്ഞു, എൻ്റെ ഇച്ചിരി കുഴപ്പമൊക്കെ ഉണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കാണിക്കുന്നത് വേറൊന്നിനുമല്ല, ഒരു നന്മയ്ക്ക് വേണ്ടിയാണ്, എന്നെ ശപിക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ബ്രാഹ്മണൻ പറഞ്ഞൊരു കാര്യം ചെയ്യും. ഇതൊക്കെ കേട്ടിട്ട് പുള്ളിക്ക് ഒരു ചിരി വന്നു. പുള്ളി പറഞ്ഞു, നീ ശപിക്കുന്നില്ല ഞാൻ, പക്ഷേ നീ ശാപം ഞാൻ പിൻവലിക്കാൻ തയ്യാറല്ല, അതുകൊണ്ട് നീ കടലിൽ എന്തിട്ടാലും പൊങ്ങിക്കിടക്കും എന്നുള്ളത് നാളെ നിനക്ക് ഉപകാരപ്പെടും. ഇങ്ങനൊരു രാമൻ വരും പിന്നീട് സീതയെ തിരക്കി, അപ്പോൾ പാലം പണിയാൻ നിന്നെ അന്വേഷിക്കും. അപ്പം നീ പണിഞ്ഞു കൊടുക്കുന്ന പാലത്തിലൂടെ ആയിരിക്കും രാമനും സംഘവും ലങ്കയിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ലങ്കയിൽ സീതയെ രക്ഷിക്കാനായി രാമൻ എത്തുമ്പോൾ വരുണൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ പാലം ഉണ്ടാക്കിയാൽ നിൽക്കില്ല, വിശ്വകർമാവിൻ്റെ ഒരു മകൻ ഇങ്ങനൊരു പ്രത്യേക വരം ലഭിച്ച നളനുണ്ട്, നളനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ നളനാണ് ഈ പാലം പണിഞ്ഞു കൊടുത്തത്. അങ്ങനെയാണ് നളനസേതു എന്ന് പറയുന്നത് രാമസേതുവായിട്ട് മാറിയത്. കേൾക്കുന്നവർ മാത്രം കൈയടിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ രാമായണം എന്ന് പറയുന്ന ഈ ഇതിഹാസം അല്ലെങ്കിൽ ഈ ചരിത്രം സുമന്ത്രർ പറഞ്ഞതുപോലെ
കാലാധിവർത്തിയായി ദേശാധിവർത്തിയായി മനുഷ്യഹൃദയങ്ങളിൽ നടക്കുന്ന ധർമാധർമ്മങ്ങളുടെ വിചാരണയ്ക്ക് ഏറ്റവും ഉചിതമായ രീതിയിൽ പാരായണം ചെയ്യാനും അത് ഉൾക്കൊള്ളാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനെ കൊണ്ട് അർത്ഥമുള്ളൂ. വെറുതെ ഒരു കേൾവി സുഖത്തിന് വേണ്ടി നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഭാഗവത പാരായണം നടത്തും. ആകെ അത് കേൾക്കാൻ 2 പേരേ ഉണ്ടാവുള്ളൂ. ഒന്ന് ഇതിൻ്റെ കമ്മിറ്റിയിൽ നിന്ന് ചുമതല കൊടുക്കുന്ന ആളും, 2 ഈ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളും. അപ്പം വിചാരിക്കും നമ്മൾ ആ അമ്പലത്തിൻ്റെ പരിസരത്തൊന്നും വിശ്വാസികളില്ലയോ? ഇല്ലെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒരു 10:30-11 മണിയാകുമ്പോൾ വരാമെങ്കിൽ ഇല്ല, അന്നദാനം ഉണ്ടെങ്കിൽ വിശ്വാസികളേ ഉള്ളൂ, പിന്നെ 2:30-3 മണി വരെ. അങ്ങനെ പാടില്ല. നമ്മൾ ഇത്തരം ഗ്രന്ഥങ്ങളെ അതിൻ്റെ മൂല്യങ്ങളായി ഉൾക്കൊണ്ട് ആ മൂല്യങ്ങളെ അതുപോലെ സ്വീകരിച്ച് നന്മകളായി ചിന്തകളായി നമ്മുടെ ഹൃദയത്തിൽ ആവാഹിക്കാൻ നമുക്ക് കഴിയണം. രാമായണം എല്ലാ മാസവും പാരായണം ചെയ്യുന്ന ഒരു പ്രദേശത്ത് അനാഥരായ കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെടാൻ പാടില്ല, ആത്മഹത്യകൾ ഉണ്ടാകാൻ പാടില്ല, അച്ഛന്മാരെയും അമ്മമാരെയും ഉപേക്ഷിക്കാൻ പാടില്ല, കുടുംബ ബന്ധങ്ങളിലെ സാഹോദര്യ ബന്ധം തകർക്കാൻ പാടില്ല, മരുമകളെ മകളായി കാണുന്ന അമ്മമാരുണ്ടാവണം, അമ്മായിയമ്മമാരെ അമ്മമാരായി കാണുന്ന മരുമക്കൾ ഉണ്ടാവണം, മനുഷ്യരായി കാണുന്ന ആളുകൾ ഉണ്ടായിത്തീരണം. അവിടെയാണ് രാമായണത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സംഗതി പൂർത്തിയാവുകയുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവമേ ആരുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടാലും, ഒരു കള്ളുകൂടിയൻ്റെ മുമ്പിൽ കൊണ്ടുപോയാൽ പോലും ഒരു പരമഭക്തൻ്റെ മുമ്പിൽ കൊണ്ടുപോകല്ലേ, അവൻ്റെ കൂട്ട് നശിച്ച ഒരുത്തൻ ഈ ലോകത്തില്ലെന്ന് ആളുകളെ കൊണ്ട് പറയിക്കാൻ ഇടവരുത്തരുത്. പണ്ട് ഒരു പട്ടി, ആ കഥ കൂടി പറഞ്ഞങ്ങ് നിർത്തിയേക്കാം, ഒരു പട്ടി വലിയ ഭക്തനായ കുറിയൊക്കെ ഇട്ട ഒരാളിൻ്റെ അടുത്ത് നിന്ന സമയത്ത് അയാൾ വടി കൊണ്ട് ഈ പട്ടിയുടെ കാലിലൊരടി കൊടുത്തു. ഈ കാലം ഒടിഞ്ഞു പോയി. അപ്പോൾ പട്ടി എന്ന് ദൈവത്തോട് പരാതി പറഞ്ഞു, ഇങ്ങനെ ഇവന് ഈ ശരീരം മൊത്തം കുറിയൊക്കെ ഇട്ടിട്ടുണ്ട്, എൻ്റെ കാലടിച്ചൊടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം എന്ത് ചെയ്ത് ഈ ഭക്തനായ ആളിനെ വിളിച്ചിട്ട് ചോദിച്ച്, നീ എന്തിനാടാ ഈ പട്ടിയെ അടിച്ചതെന്ന് ചോദിച്ചു. അതുകൊണ്ട് നീ ഈ പട്ടിയുടെ കാല് സുഖമാവുന്നത് വരെ ഈ പട്ടിക്ക് ഇഡ്ഡലിയും സാമ്പാറും ബിരിയാണിയും വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പട്ടി അങ്ങോട്ട് മാറി നിന്നിട്ട് പറഞ്ഞു, എനിക്കിതുപോലെ ഒരുത്തൻ്റെ ഈ പട്ടിയുടെ ഒരു സാധനവും എനിക്ക് വേണ്ടാന്ന് പട്ടി പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, യവൻ്റെ ഈ കോലം കണ്ടപ്പം ഭക്തനാണെന്ന് വിചാരിച്ചാണ് ഞാൻ അടുത്ത് പോയി നിന്നത്. അതുകൊണ്ട് അവൻ്റെ ഈ കോലം മാറ്റി ഒരു പന്നിയുടെ കോലമാക്കണമെന്ന് പറഞ്ഞ് ഇനി മേലാൽ ഇവനൊരു ഭക്തൻ്റെ കോലം കൊടുക്കരുത്. അതുകൊണ്ട് നമ്മളൊക്കെ കല്യാണം ആലോചിക്കാൻ വരുമ്പോൾ ഇല്ല, ചെറുക്കൻ്റെ പെണ്ണിൻ്റെ വീട്ടുകാർ ഈ അമ്മാമ്മയൊക്കെ കണ്ട് അയ്യോ കുരിയാലയൊക്കെ ഉള്ള വീടാ, അവർ ഭയങ്കര ഭക്തരാണെന്നും പറഞ്ഞ് കെട്ടിച്ചു വിട്ടിട്ട് അവസാനം ഈ പെണ്ണ് അനുഭവിക്കുന്നത് കണ്ട് ഈ കോലം വേണ്ട മറ്റേൻ്റെ കോലം മതിയായിരുന്നെന്ന് അവർ പ്രാർത്ഥിക്കാൻ ഇടവരരുത്. മനുഷ്യരായി ജീവിക്കുക, നല്ല മനുഷ്യരാവുക, ചിരിക്കുക, സന്തോഷിക്കുക, നന്മ ചെയ്യുക, ധർമ്മം ചെയ്യുക. ഒരു ദിവസം നമ്മളങ്ങ് മരിച്ചു പോകും. ഈ മരിച്ചു പോകുന്ന സമയത്ത് നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല, ഒപ്പിച്ചതെല്ലാം ഇവിടെ വെച്ചേക്കും. ഇല്ല വിറകിനകത്ത് കിടത്തി ഈ പറയുന്ന പോലെ. പിന്നെ അച്ഛനും അപ്പൂപ്പന്മാരും അമ്മമാരും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുക, വല്ല കൊതിയുള്ള ആഹാരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കയ്യിൽ കാശുണ്ടെങ്കിൽ വാങ്ങിച്ച് ഇപ്പോഴേ തിന്നോണം. അതൊക്കെ നമുക്ക് ഇറക്കുമ്പോഴേ കഴിക്കാനൊക്കത്തുള്ളൂ. ഇതെല്ലാം ഒപ്പിച്ച് വെച്ച് കൊച്ചുമക്കളെ നോക്കി മക്കളെ നോക്കിയ കൊച്ചുമക്കളെയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ഈ തരുമ്പം പറയണം, നിന്നെ വളർത്തി വലുതാക്കിയില്ലയോ, നീ വളർത്താൻ പറയണം. ഇത് ചില അമ്മമാരാണ് ഈ പിള്ളേരെ എല്ലാം കൂടെ കൊണ്ട് കൊടുത്ത് അവർ ആഹാരവും കഴിക്കാതെ ഒന്നും കഴിക്കാതെ ഒപ്പിച്ച് വെച്ചിട്ട് ഈ മരിച്ചു കഴിഞ്ഞ് വായിക്കരി ഇടുമ്പോൾ ഇങ്ങനെ വായിലൂടെ ഇട്ടെന്ന് വിചാരിച്ച് വയറ്റിലോട്ട് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നല്ല ആഹാരമൊക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മൾ ആരെങ്കിലും ഈ മരിക്കാൻ വന്ന് ഈ പ്രായമായവർ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ എന്നിട്ട് ചോദിക്കും, അപ്പാപ്പൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ നല്ല മനുഷ്യരായിരുന്നു, ഇന്നലെ രാത്രിയും കുഴിമന്തി തിന്നു. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അതിന് പകരം ഇങ്ങനത് ഒപ്പിച്ച് വെച്ചത് മാത്രമേ ഉള്ളൂ, എല്ലാം പലിശയ്ക്ക് കൊടുത്ത് വാങ്ങിച്ച് നാഭി വെച്ച് അവസാനം നാഭി എല്ലാം പൊട്ടിയതല്ലാതെ ഒന്നും തിന്നില്ലെന്ന് പറയുന്ന അലഞ്ഞു തിരിയുന്ന ജന്മമായി പോകരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ല മനുഷ്യരായി തീരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഈ കർക്കിടക മാസവും നല്ല രാമായണ മാസവും നേരും.